بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشهود لنا بهذا المحضر وتطفي بنظرة تأتي لنا بالظفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. സൂറത്ത് നിസായിലെ 166 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത്. 167 മുതൽ 170 വരെയുള്ള ആയത്തുകളുടെ തഫ്സീർ നോക്കാം. ഇന്നല്ലദീന കഫറൂ വസദ്ദൂ അൻ സബീലില്ലാഹി ഖദ് ളല്ലൂ ളലാലൻ ബഈദ. ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും അവിശ്വസിച്ചവർ, വസദ്ദു അൻ സബീലില്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തവർ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നതിനെ അവിശ്വസിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് അതിലേക്ക്, ആ മാർഗത്തിലേക്ക് പോകുന്ന ആളുകളെ തടയുകയും ചെയ്തു. അങ്ങനെ ചെയ്തവർ ഖദ് ളല്ലൂ ളലാലൻ ബഈദ, തീർച്ചയായും അവർ ബഹുദൂരം പേച്ചു പോയിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഖലീഫന്മാർക്ക് എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ്. ആരെങ്കിലും അള്ളാഹിൻ്റെ ഖലീഫനെ വിശ്വസിക്കുന്നതിലേക്കും, ഖലീഫനെ അവിശ്വസിക്കുക എന്ന് മാത്രമല്ല, ആ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിന് തടയുകയും ചെയ്യുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഹക്കായ വഴിയിലേക്ക്, നല്ല ത്വരീഖത്തുകളിലേക്ക്, മുറബ്ബിയായ മശായിഖന്മാരിലേക്ക് അവരൊന്നും വേണമെങ്കിൽ ഒരാൾക്ക് വിശ്വസിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, അതിന് പുറമെ ആളുകൾ അങ്ങോട്ട് പോകുന്നതിന് തടയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഖദ് ളല്ലൂ ളലാലൻ ബഈദ. അത് വലിയ വഴികേടാണ്, ചെറിയ വഴികേടൊന്നുമല്ല. ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും ഇന്നല്ലദീന കഫറൂ, അവിശ്വസിച്ചവർ, വലലമു, എന്നിട്ട് അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു. അവർ അവിശ്വസിക്കുകയും ചെയ്തു, അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു. ലം യക്കുനില്ല, അള്ളാഹു അവർക്ക് ലം യക്കുനില്ല ലഅഫുർലഹും, അള്ളാഹു അവർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കില്ല. വലാലി യഹ്ദിയഹും ത്വരീഖ, അവർക്ക് നേരായ വഴി അള്ളാഹു കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ അവിശ്വസിക്കുകയും ചെയ്യുക, ദുൽമ് പ്രവർത്തിക്കുകയും ചെയ്യാം. ദുൽമ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് അക്രമം കാണിക്കാം. അങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും ഒരു നല്ല വഴി കണ്ടെത്താൻ സാധിക്കില്ല. നമ്മളൊക്കെ എല്ലാവരും അള്ളാഹുവിലേക്കുള്ളൊരു വഴി കണ്ടെത്തണം, ഒരു ആത്മീയമായ ത്വരീഖത്ത് സ്വീകരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം അവർക്ക് എന്ത് വേണം? അവർ വിശ്വസിക്കുകയും അക്രമം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യണം. പാപികളും ദോഷികളും ആയാലൊന്നും കുഴപ്പമില്ല, അവർക്കൊക്കെ അള്ളാഹു വഴികൾ കാണിച്ചു കൊടുക്കും. അതേസമയം അവർ അവിശ്വസിക്കുകയും വിശ്വാസികളോട് അക്രമം കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരിക്കലും നേരായ വഴി അള്ളാഹു കാണിച്ചു കൊടുക്കില്ല എന്നുള്ള പറയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവർക്ക് കിട്ടാത്തതും വിചാരിച്ച കാര്യമില്ല, അല്ല പറയണം കൊടുക്കില്ല. الذين كفروا وظلموا لم يكن الله ليغفر لهم, അവർക്ക് അള്ളാഹു ഓർത്തു കൊടുക്കുകയില്ല. വലാ ലിയഹ്ദിഹിം ത്വരീഖ, നേരായ വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുകയില്ല. ഒരു വഴി കാണിച്ചു കൊടുക്കും, അതെന്താ അടുത്ത ആയത്ത് പറയുന്നുണ്ട്. ഇല്ല ത്വരീഖ ജഹന്നം, അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന വഴി ജഹന്നമിൻ്റെ, നരകത്തിൻ്റെ വഴിയാണ്. ഖാലിദീന ഫിഹാ അബദ, അത് അവർക്ക് എളുപ്പമായിരിക്കും. അവർക്ക് ആ വഴി അന്വേഷിക്കാൻ നല്ല സുഖമായിരിക്കും. ആ വഴി പെട്ടെന്ന് അവർ മുമ്പിൽ വെളിവാക്കി ഇങ്ങനെ കാണും. ഏത് വഴിയാണ് നരകത്തിലേക്ക് പോകേണ്ടതെന്നുള്ളത് കറക്റ്റ് അവർക്ക് മുമ്പിൽ വെളിവായി കാണും. ഖാലിദീന ഫിഹാ അബദ, അവരതിൽ സ്ഥിരമായി വസിക്കുന്നവരായിരിക്കും. വകാന ദാലിക അലല്ലാഹി യസീറ, അള്ളാഹ്ക്കത് കടുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അള്ളാഹ്ക്കത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, പ്രയാസമൊന്നുമില്ല അള്ളാഹ്ക്ക്. ഫിരിയാൽ തഫ്സീറിലെ ശൈഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ പറയുന്നത് കാണാം. ഇന്നല്ലദീന കഫറൂ, അവിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ലാ, അള്ളാഹുല വിശ്വസിക്കുക. വസദ്ദു, പിന്നെ അവർ തടയുക എന്ന് പറഞ്ഞാൽ അന്നാസ്, മനുഷ്യന്മാരെ തടയുക. സബീലില്ല, അള്ളാഹിൻ്റെ വഴിയിൽ തൊട്ട് മനുഷ്യന്മാരെ തടയുക. ദീനുൽ ഇസ്ലാം, അള്ളാഹിൻ്റെ ദീനിനെ തൊട്ട് തടയാം.
ബിക്കത്തുമിഹിം നഅത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിനെ തടയാം. അതോടൊപ്പം എങ്ങനെ ദീനിൽ നിന്ന് ആളുകളെ തടയുക? കത്തമിഹിം നഅത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് തടയാം, പറയാതിരുന്നിട്ട്. വിശ്വാസങ്ങളെപ്പറ്റി അഹ്ലു കിതാബിൻ്റെ ആളുകൾക്കറിയാം വിശ്വാസങ്ങൾ ആരാണെന്ന്. പക്ഷേ ആ വിശേഷണങ്ങൾ ആരോടും പറയാതിരിക്കുക, മൂടി വെക്കുക. വഹും യഹൂദ്, അവർ ജൂതന്മാരാണ്, അതിനെപ്പറ്റി പറയാതിരിക്കുക. അപ്പോൾ ദീനിൽ നിന്ന് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ പറയാതിരിക്കുക, ആളുകൾ അതിൽ നിന്നിട്ട് മൂടി വെക്കുക. തടയാന്ന് പറഞ്ഞാൽ എപ്പോഴും മാർഗം തടയൽ തന്നെ ആവണമെന്നില്ല, ആ നേരായ വഴിനെപ്പറ്റി പറയാതിരിക്കലും ആവാം. അപ്പോൾ നമ്മളൊക്കെ കണ്ടില്ലേ, നമ്മളെ കാലഘട്ടത്തിലൊക്കെ ഇത് സ്ഥിരമായ സംഭവമാണ്. വലിയ പണ്ഡിതന്മാരായിരിക്കും, അവർ നേരായ ഔലിയാക്കന്മാരെ മാർഗം ഉണ്ടെന്നൊന്നും പറഞ്ഞു കൊടുക്കില്ലായിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അറിയെങ്കിൽ തന്നെ ആരോടും പറയില്ല, മൂടി വെക്കും. ഇതും ആ മാർഗത്തിൽ, ഇത് ഞാൻ എൻ്റെ വിശദീകരണമല്ല, ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് തങ്ങൾ ശേഷം അതിന് വിശദീകരിച്ച് പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ ത്വരീക്കത്തിൽ നിന്ന് ഔലിയാക്കന്മാരിൽ നിന്ന് തടയുന്നവരും ഈ ഗണത്തിൽ വരുന്നവരാണെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല. അപ്പം അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തൊട്ട് തടയാന്ന് പറഞ്ഞാൽ പോവല്ലേ എന്ന് പറയൽ മാത്രമല്ല, ആ ഔലിയാക്കന്മാരുണ്ട്, ത്വരീക്കത്തിൻ്റെ മാർഗങ്ങളുണ്ട്, നേരായ വഴികളുണ്ട് എന്ന് പരിചയപ്പെടുത്താതിരിക്കുക. നല്ല മാർഗങ്ങളെ അറിയുമെങ്കിൽ അത് മൂടി വെക്കുക. നമ്മളെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ? കഴിഞ്ഞ ദിവസം നമ്മൾ മുഖേൻ്റെ ദർസിൽ പഠിച്ചില്ലേ, നമ്മളെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ, ആളുകൾ നമ്മളെ നമ്മൾ ബഹുമാനിക്കാതിരിക്കുമോ എന്നൊക്കെ ഭയന്നിട്ട് പറയാതിരിക്കുക. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്, നേരായ വഴികളുണ്ട്, ഔലിയാക്കന്മാരെ മാർഗം സ്വീകരിക്കണം, അതാണ് നമ്മളെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അതുപോലെയാണ് ജൂതന്മാരും ചെയ്തത്. വിശ്വാസങ്ങളെ കാലഘട്ടത്തിൽ ആളുകളെ തടഞ്ഞു നിർത്തിയത് വിശ്വാസങ്ങളെപ്പറ്റി അവരുടെ കിതാബിൽ പറഞ്ഞു കൊടുക്കാതിരിക്കുക. അതാണ് അവർ ചെയ്തത്. വഹും യഹൂദ്, അവർ ജൂതന്മാരാണ്. കദല്ലു ദലാലം ബഈദ, അവർ വളരെ വിദൂരമായ രൂപത്തിൽ അകലെയായി വൈകേടിലായിട്ടുണ്ട്. അതായത് ഒരുപാട് വൈകേടിലായി പോയിട്ടുണ്ട്. അനിൽ ഹക്ക്, സത്യത്തിൽ നിന്ന്. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന ബില്ല, അള്ളാഹുവിൽ, വലലമു, അക്രമം പ്രവർത്തിച്ച്, നബിയഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അക്രമം പ്രവർത്തിച്ച്. എങ്ങനെയാണ് അക്രമം പ്രവർത്തിച്ചത്? ബികിത്മാനി നഅതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് മൂടി വെച്ചു. ലം യകുനില്ലാ ലിയഗ്ഫിർ ലഹും, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കൂല. വലാ ലിയഹ്ദിയഹും ത്വരീഖ, അള്ളാഹു അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യൂല. മിനത്തുർക്ക്, വഴികളിൽ നിന്ന് നേരായ വഴി അവർക്ക് കാണിച്ചു കൊടുക്കൂല. അവർക്ക് നേരായ ഒരു ത്വരീഖത്ത് കണ്ടെത്താനോ ഔലിയാക്കന്മാരെ മാർഗം കണ്ടെത്താനോ ഒന്നും സാധിക്കൂല. ദീന് കണ്ടെത്താൻ സാധിക്കൂല. ദീൻ്റെ ഭാഗം തന്നെയാണല്ലോ ഈ വഴികളൊക്കെ. ഇല്ല ത്വരീഖ ജഹന്നം, അവർക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ത്വരീഖത്ത്. ഏത് ത്വരീഖത്ത് അറിയോ? ജഹന്നം, നരകത്തിൻ്റെ ത്വരീഖത്ത്. ആ ത്വരീഖ അൽ മുഅദ്ദിയ ഇലൈഹ, ആ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഈ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വഴിനെ മാത്രമേ അവർക്ക് കണ്ടെത്താൻ സാധിക്കൂ. ഖാലിദീന, അവരവിടെ സ്ഥിരതാമസക്കാരായിരിക്കും. മുഖദ്ദരീൻ അൽ ഖുലൂദ്, അവരെ സ്ഥിരമായി താമസിക്കാൻ അവരെ നിശ്ചയിക്കപ്പെട്ടവരായിരിക്കും. ഫിഹ ഇദ്ദഖലുഹ, അവിടെ അങ്ങോട്ട് പ്രവേശിച്ചാൽ പിന്നെ അവരിങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, സ്ഥിരമായി അവിടെ താമസിക്കേണ്ടി വരും, അബദൻ, സ്ഥിരമായിട്ട്. വഖാന ദാലിക അലല്ലാഹി യസീറ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഹയ്യനൻ, അതൊരു പ്രയാസപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല അങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കീൽ ബറൂസുഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഫഅലൽ അബ്ദി, അതുകൊണ്ട് ഒരു അടിമക്ക് നിർബന്ധമാണ്, യഷ്ഹദ ബിമാ ഷഹിദല്ലാഹു തആല ബിഹി, അല്ലാഹു തആല സാക്ഷ്യം വഹിച്ച ഒന്നിനെ കൊണ്ട് സാക്ഷ്യം വഹിക്കുക. അതായത് വഖഫാ ബില്ലാഹി ഷഹീദ എന്നൊക്കെ ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്ത് പറഞ്ഞല്ലോ, വിശ്വാസങ്ങൾ അള്ളാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, നിങ്ങളാരെയും സാക്ഷ്യം വഹിക്കുക വേണ്ട. മുനാഫിക്കീങ്ങൾ അല്ല കാഫിരീങ്ങൾ വന്ന വിശ്വാസങ്ങളോട് പറഞ്ഞല്ലോ, ഇതാ നമ്മളിപ്പോൾ പണ്ഡിതന്മാരോട് പോയി ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബിൻ്റെ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവരോട് പോയി ചോദിച്ചു നിങ്ങളെപ്പറ്റി എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ നിങ്ങളാണ് പറയണത്, ആരാ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നവരോട് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹിൻ്റെ സാക്ഷ്യം മതി എന്ന് ഖുർആനിൽ ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ
വിശദീകരിച്ചുകൊണ്ട് ഇസ്മായിൽ ഹക്കിബ് റസൂയി തങ്ങൾ പറയാണ് വാലല്ലാബുദി, അതുകൊണ്ട് അടിമക്ക് നിർബന്ധമാണ് അൻ യഷഹദ ബിമാ ഷഹീദ അല്ലാഹു തആല ബിഹി, അള്ളാഹു സുബ്ഹാനഹു തആല സാക്ഷ്യം വഹിച്ചതിനെ കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. വയഖ്ബല ഖൗലല്ലാഹ്, അള്ളാഹു തആലയുടെ വാക്കുകളെ സ്വീകരിക്കുക എന്നുള്ളതും. വഖൗല റസൂൽ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളെ സ്വീകരിക്കുക എന്നുള്ളതും. വഖൗല വാരിസീന മിൻ ഉലമാൽ ആമിലീൻ, അള്ളാനെയും അള്ളാനെ കേൾക്കണം, റസൂലുള്ളാഹിങ്ങളെ കേൾക്കണം. അതുപോലെ വഖൗല വാരിസിഹി മിനൽ ഉലമാൽ ആമിലീൻ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉലമാക്കൾ, അതായത് ഔലിയാക്കന്മാർ, ആരിഫീങ്ങളായ വാരിസീങ്ങളുടെ വാക്കും കേൾക്കണം. ഈ വാരിസീങ്ങളാണ് ആരാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ബുഖിയൻ്റെ ദർസിൽ വിശദീകരിച്ചിരുന്നു. അള്ളാഹു ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ അവന് പഠിക്കാത്തത്, അവനറിയാത്തത് അള്ളാഹു അവർക്ക് വിറാസത്തായി നൽകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ആരിഫീങ്ങളാണ് യഥാർത്ഥത്തിൽ വാരിസീങ്ങളായ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാരിസീങ്ങളായിട്ടുള്ളവർ, അമ്പിയാക്കന്മാരെ വാരിസീങ്ങളായ അനന്തരാവകാശികളായ ആളുകൾ അള്ളാഹിൻ്റെ ആരിഫീങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കേൾക്കണം, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കണം, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ പറയുന്നതും കേൾക്കണം. ഫഇന്നഹും യൻതിഖൂന അനില്ലാഹി വ അനിർ റസൂൽ, കാരണം ഈ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ അവർ സംസാരിക്കുന്ന അനില്ലാ, അവർ അള്ളാഹു നിന്നാണ് സംസാരിക്കുന്നത്. വ അനിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആരിഫീങ്ങളോട് പറയുന്നത് നമ്മൾ കേൾക്കണം. ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കിബ് റസൂയി തങ്ങളാണ്. അള്ളാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ കേൾക്കുന്നത് പോലെ നമ്മൾ അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ പറയുന്നതും കേൾക്കണം. കാരണം അവർ അള്ളാഹുവിൽ നിന്നും റസൂലുള്ളാഹിങ്ങളിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. ഖാല ഷഖീഖ് റഹിമഹുല്ലാഹു തആല, ഷഖീഖ് എന്നോട് ഉദ്ദേശിക്കുന്ന ഷഖീഖ് അൽ ബൽഖി റളിയല്ലാഹു തങ്ങളായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, അന്നാസു, ഇത് വളരെ സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കേട്ടോ. അന്നാസു, മനുഷ്യന്മാർ, യഖൂമൂന മിൻ മജ്ലിസി, എൻ്റെ മജ്ലിസിൽ, ഷഖീഖ് അൽ ബൽഖി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മജ്ലിസിൽ ആൾക്കാർ വന്നിരിക്കും. അപ്പോൾ അന്നാസു യഖൂമൂന മിൻ മജ്ലിസി, എൻ്റെ മജ്ലിസിൽ നിന്ന് ആളുകൾ എണീറ്റ് പോവും. അല സലാസത്തി അസ്നാഫിൻ, 3 വിഭാഗങ്ങളായിട്ട്. അപ്പോൾ ആൾക്കാർ ഷഖീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മജ്ലിസിലേക്ക് വരും. അന്നേരം മജ്ലിസിൽ വന്നിട്ട് എഴുന്നേറ്റ് പോവും. ഉണ്ടല്ലോ മശായിഖന്മാരുടെ നസീഹത്തൊക്കെ കേട്ടോ എഴുന്നേറ്റ് പോവും. അപ്പോൾ എഴുന്നേറ്റ് പോകുന്നവരെല്ലാവരും ഒരേ കാറ്റഗറി അല്ല. ആ എഴുന്നേറ്റ് പോകുന്നവർ 3 വിഭാഗക്കാരായിരിക്കും. ഒന്നെങ്കിൽ കാഫിറു മഹദുൻ, തികഞ്ഞ കാഫിറായിട്ട് എഴുന്നേറ്റ് പോവുക. അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കന്മാരെ മജ്ലിസിലൊക്കെ പോയാൽ അവരുടെ നസീഹത്ത് കേട്ടാൽ, അവർ പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കേണ്ട എല്ലാവരും നന്നാവുന്നു. അങ്ങനെയല്ല. യുദില്ലു ബിഹി കസീറൻ വയഹദി ബിഹി കസീറ, ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലേ, അവരെ കൊണ്ട് ഒരുപാട് ആളുകൾ നന്നാവും, അവർ കൊണ്ട് ഒരുപാട് ആൾക്കാർ കേടുകയും ചെയ്യും. കാരണം അവർ ഈ നന്മനെയും തിന്മനെയും വേർതിരിക്കുന്ന ഫറക്കാണ്. അതിനെങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തരുന്നത്. അവരിലെത്തുന്നതിന് മുമ്പ് അതൊക്കെ ഇങ്ങനെ മിക്സഡ് ആയിരിക്കും. അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ടാക്കും, കട്ട് ചെയ്ത് മാറ്റി നിർത്തും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഔലിയാക്കന്മാരിലേക്ക് എത്താൻ പലർക്കും പറ്റും. എത്തിയിട്ട് നമ്മൾ പിരിഞ്ഞു പോകുന്നത് ഏതവസ്ഥയിലാണ് നമ്മളെപ്പോഴും നോക്കണം. എത്തുന്നത് മാത്രം ഒരു തൗഫീക്ക്, വലിയ തൗഫീക്കാണ്. പക്ഷേ എത്തിയിട്ട് നമ്മൾ പിരിഞ്ഞു പോകുന്നത് ഏതവസ്ഥയിലാണ് എന്ന് നോക്കണം. കാരണം എത്തിയോണ്ട് മാത്രം വിജയിക്കില്ല. എത്തിയവരിൽ വിജയിച്ചവരും പരിപൂർണ പരാജയപ്പെട്ടവരും മുനാഫിക്കീങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പറയണ കാണാം. ഷഖീഖ് റഹിമഹുല്ലാഹി തആല പറയാണ്, എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ, എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് എൻ്റെ നസീഹത്തൊക്കെ കേട്ട് എന്നോട് ഞാൻ പറയണമൊക്കെ കേട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിൽ അവർ 3 വിഭാഗക്കാരായിട്ടാണ് എഴുന്നേറ്റ് പോവുക. കാഫിറുൻ മഹദുൻ, ഒന്നാമത്തെ വിഭാഗം തികഞ്ഞ കാഫിറായിട്ടായിരിക്കും. നമുക്ക് ആലോചിക്കാൻ പറ്റും, വലിയൻ്റെ അടുത്ത് പോയിട്ട് തികഞ്ഞ കാഫിറായിട്ട് തിരിച്ചു പോരുക. അതുണ്ടാവും. തികഞ്ഞ കാഫിറായിട്ട് അവർ പോകും. കാരണം അവർ നിഷേധിക്കും, ഈ പറഞ്ഞ ആളും ശരിയല്ല. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ജൂതന്മാർ, ജൂതന്മാരും അതുപോലെ മുശ്രിക്കീങ്ങളും അവിശ്വസിച്ചതുപോലെ മൂപ്പർ പറയണമൊന്നും ശരിയല്ല, മൂപ്പർക്ക് എന്തോ ഭ്രാന്താണ്, മാരണം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവിശ്വസിച്ചതുപോലെ ഈ ഔലിയാക്കന്മാർ പറയുന്നത് ഇവർ അവിശ്വസിക്കും. കാഫിറുൻ മഹദുൻ, അതുകൊണ്ട് ഈ ഔലിയാക്കന്മാരുടെ അടുത്ത് വന്ന ആൾക്കാർ ഒന്നെങ്കിൽ അവർ തികഞ്ഞ കാഫിറായിട്ടായിരിക്കും തിരിച്ചു പോവുക. അപ്പോൾ മുനാഫിക്കുൻ മഹദുൻ, അല്ലെങ്കിൽ അവർ തികഞ്ഞ മുനാഫിക്കായിട്ടായിരിക്കും പോവുക.
അങ്ങനെ ഉണ്ടാവാം. ഒരു ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഉണ്ടാവും, പക്ഷേ മുനാഫിക്കായിട്ടായിരിക്കും. ഔലിയാക്കന്മാർ കൂട്ടത്തിൽ മുനാഫിക്കങ്ങളുണ്ടാവും, ഓരോ ത്വരീക്കത്തിലും ഓരോ ജമാഅത്തിലൊക്കെ മുനാഫിക്കങ്ങളുണ്ടാവും. ഉണ്ടാവൽ നിർബന്ധമാണ്. ഏതൊരു ഖലീഫക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ നിർബന്ധം. കാഫിര്യങ്ങളുണ്ടാവും, മുനാഫിക്കങ്ങളുണ്ടാവും. വമുഅ്മിനുൻ മഹദുൻ, അതുപോലെ തികഞ്ഞ വിശ്വാസികളുണ്ടാവും. ഇതെല്ലാം തികഞ്ഞ രൂപത്തിലായി, മിക്സഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ കാഫിർ, അല്ലെങ്കിൽ മുഅ്മിന്, അല്ലെങ്കിൽ മുനാഫിക്ക്. ഏതെങ്കിലും അവസ്ഥയിൽ അവിടെ ആൾക്കാരുണ്ടാവുള്ളൂ. വദാലിക്ക ലിഅന്നി ഉഫസ്സിറു ഖുർആൻ. ഷഖീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, അതുകൊണ്ട് കാരണം ഞാൻ ഈ 3 കൂട്ടരായിട്ട് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ്? ലിഅന്നി ഉഫസ്സിറുൽ ഖുർആൻ, ഞാൻ ഖുർആൻ തഫ്സീർ നടത്തും. വഅഖൂലു അനില്ലാഹി അസ്സ വജൽ, ഞാൻ അള്ളാഹു പറഞ്ഞതുപോലെ സംസാരിക്കും. വാനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സംസാരിക്കും. ഫമൻ ലാ യുസദ്ദിഖുനി, അതുകൊണ്ട് ആരെങ്കിലും ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആരെങ്കിലും സത്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, വഹുവ കാഫിറുൻ മഹദുൻ, അത് അവൻ പരിപൂർണനായ കാഫിറാണ്, തികഞ്ഞ കാഫിറാണ്. അതുകൊണ്ട് ശൈഖന്മാർ നസീഹത്ത് നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും നസീഹത്ത് കേട്ടുകൊണ്ട് മാത്രം നന്നാവും നമ്മൾ വിചാരിക്കരുത്. കേട്ടിട്ട് നമ്മൾ അതിനെ എതിർക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഞാനതിനൊന്നും അംഗീകരിക്കൂല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കേട്ടു പോകണമെങ്കിൽ നമ്മൾ കാഫിറാണ്. ബാഹ്യമായി മുസ്ലിമിൻ്റെ പേരുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹിൻ്റെ അടുക്കലെത്തുമ്പോൾ നമ്മൾ കാഫിറാവും. ഒമൻ ലാഖ ഖൽബഹു, ഇനി ഒരാളുടെ ഹൃദയം അതിങ്ങനെ കേട്ടിട്ട് ഒരു കുടുസ് അനുഭവിക്കുകയാണ് ഹൃദയത്തിൽ, അല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസം അനുഭവിക്കുകയാണ് അതൊക്കെ കേട്ടിട്ട്. എന്താണിത്, എങ്ങനെ അപ്പോൾ ഇതൊക്കെ കൊണ്ടെടുക്കുക, അങ്ങനെ തുടങ്ങിയ ഒരു പ്രയാസം അനുഭവിക്കുകയാണ്. അതിന് ഹൃദയം ഇങ്ങനെ ഞെരുങ്ങാണ് അത് കേട്ടിട്ട്, വിശാലമാവുന്നില്ല. ഒരു ഞെരുക്കാണ് ഹൃദയത്തിൽ ഫീൽ ചെയ്യണത്. അങ്ങനെയാണ് ഫഹുവ മുനാഫിഖുൻ, അങ്ങനെയാണ് അവൻ മുനാഫിക്കാണ്. ഒമൻ നദിമ അലാമ സന, അപ്പോൾ ആരെങ്കിലും ഹൃദയത്തിൽ ഷെഹോറുകൾ പറയുന്ന സംസാരം കേട്ടിട്ട് ആരെങ്കിലും ഹൃദയത്തിലൊരു ഒരു കുടുസായത് അനുഭവിക്കുകയാണ്, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒരു ഞെരുക്കം അനുഭവപ്പെടാൻ, ഒരു വിശാലത ഒന്നും ഫീൽ ചെയ്യണില്ല, അങ്ങനെയാണ് ഫഹുവ മുനാഫിഖുൻ, അവൻ മുനാഫിക്കാണ്. അതുകൊണ്ട് നമ്മൾ ഷെയ്ഖന്മാരുടെ നസീഹത്തൊക്കെ കേട്ടിട്ട് എനിക്ക് വലിയൊരു സുഖം തോന്നുന്നില്ല, എനിക്കൊരു ഇതൊന്നും വലിയ ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരെ കുഴപ്പമില്ല, അത് നമ്മളെ ഉള്ളിലുള്ള നിഫാക്കിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഷെയ്ഖന്മാർ പറയുന്നത് ഒന്നെങ്കിൽ അവരെ നിഷേധിച്ച് നമ്മൾ കാഫിറാവും, അല്ലെങ്കിൽ അവർ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമുക്കൊരു കുറവായി തോന്നുന്ന രൂപത്തിൽ അനുഭവപ്പെട്ട് നമ്മൾ മുനാഫിക്കാവും. അള്ളാഹു കാക്കട്ടെ. ഒമൻ നദിമ അലാമാസന, ഇനി അവർ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഖേദിച്ചാൽ, അതായത് അള്ളാഹു ഈ പറയണമൊക്കെ സത്യമാണല്ലോ, ഞാൻ ഇങ്ങനൊന്നും ചെയ്താൽ പോരല്ലോ, ഇങ്ങനൊന്നും തന്നെ ഞാൻ ജീവിച്ചാൽ പോരല്ലോ, ഞാൻ നന്നാവണമല്ലോ, ഞാൻ ആഖിറത്തിനെ ചിന്തിക്കണമല്ലോ, ദുനിയാവിനല്ലല്ലോ എൻ്റെ ലക്ഷ്യം, അള്ളാഹിനെ ചിന്തിക്കണമല്ലോ, അള്ളാഹിലേക്ക് യാത്ര ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നന്നാവാൻ ശ്രമിച്ചാൽ, അജമ അല അന്നഹു ലാ യുദ്നിബ്, എന്നിട്ട് ആ തെറ്റുകളിലേക്ക് അവൻ പോവില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ, കാന മുഅ്മിനൻ മുഖ്ലിസൻ, അവന് ഇഖ്ലാസുള്ള തികഞ്ഞ മുഅ്മിനാണ്. അവ്വലുൽ അംർ ഇഅ്തിഖാദ്, അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്ന ഇഅ്തിഖാദ്, വിശ്വാസമാണ്. ഈ ഔലിയാക്കന്മാർ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രവൃത്തി പിന്നെയാണ്. ആദ്യം ഒരു പറയുന്നത് വിശ്വസിക്കുക, അതിലൊരു ഹൃദയത്തിന് വിശാലത അനുഭവപ്പെടുക, ഇതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. വദാലിക യഹ്താജു ഇലൽ ഇൽമി അവ്വലൻ, ആ വിശ്വാസം ആദ്യം എപ്പോഴാണ് ഉണ്ടാവുക? അത് ഇൽമ് നേടുന്ന സമയത്താണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ ഈ പറയണത് ഒരു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഖുർആനും ഹദീസും മശായിഖന്മാരുടെ വാക്കുകളും കേൾക്കുന്ന, അത് അറിയുന്ന ഒരു ഇൽമ് നമ്മൾ കരസ്ഥമാക്കണം. അമില സാനിയൻ, എന്നിട്ടതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. ലിഅന്നഹു സമറത്തുഹു, അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫലം ലഭിക്കും. അറിയുകയും വേണം, അറിഞ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. വസുഇല നബിയു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അനിൽ ഇൽമിനെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദലീലുൽ അമൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ ദലീലുൽ അമൽ, അമലിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്, അമലിലേക്ക് സൂചന നൽകുന്നതാണ്, നമ്മൾ വഴി നടത്തുന്നതാണ്. അപ്പോൾ ഇൽമുണ്ടാകുമ്പോൾ ആ ഇൽമിലൂടെ നമുക്ക് അമലിലേക്ക് പോകാൻ പറ്റും. ഇൽമില്ലെങ്കിൽ അമലുണ്ടാവില്ല. വഖീല ഫമൽ അഖുൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് അഖൽ? ബുദ്ധി എന്ന് എന്താ? ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖായിദുൽ ഖൈർ, ഖൈറിൻ്റെ നന്മയുടെ നേതാവാണ്. ബുദ്ധിയാണ് നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യത്തെ മുൻപന്തിയിൽ ഉണ്ടാവുക, ബുദ്ധിയാണ്.
ഫമൽ ഹവ, അപ്പോൾ ദേഹേച്ഛ എന്താണെന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു. കാല മർക്കബുൽ മആസി, ദേഹേച്ഛ എന്ന് പറയുന്നത് നമ്മൾ തെറ്റുകളെ കൊണ്ടുപോകുന്ന വാഹനമാണ്. ആ വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ തെറ്റ് ചെയ്യാം. അഖീല ഫമൽ മാൽ, അങ്ങനെയാണെങ്കിൽ സമ്പത്ത് എന്താണെന്ന് ചോദിക്കപ്പെട്ടു. പ്രശ്വാസങ്ങൾ പറഞ്ഞു ഇദാ ഉൽ മുതകബ്ബിരീൻ, കിബിർ നടിക്കുന്നവരുടെ മേലങ്കിയാണ്. വലിയ ഗർവ് നടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് സമ്പത്ത് അവർക്കൊരു മേലങ്കിയാണ്. വക്കീല ഫമദ് ദുനിയ, അപ്പോൾ ദുനിയാവ് എന്താണെന്ന് പ്രശ്വാസങ്ങളോട് ചോദിക്കപ്പെട്ടു. ഖാല സൂഖുൽ ആഖിറ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സ്ഥലമാണ്, ഒരങ്ങാടിയാണ്. എന്തിന്? ഇവിടെ വിൽപ്പനയും വിൽക്കലും വാങ്ങലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലാഭം ഉണ്ടാക്കിയിട്ട് ആഖിറത്തിലേക്ക് പോകണം. അപ്പോൾ ആഖിറത്തിനുള്ള കച്ചവട സ്ഥലമാണ് ദുനിയാവ്. അല്ല ദുനിയാവ് ആസ്വദിക്കാനുള്ളതല്ല, ഇവിടെ കച്ചവടം ചെയ്യാനുള്ളത്. ഇവിടെ നമ്മളെ സമ്പത്ത് കച്ചവടം ചെയ്യണം, നമ്മുടെ ആരോഗ്യം കച്ചവടം ചെയ്യണം, സമയം കച്ചവടം ചെയ്യണം, എല്ലാം നമ്മൾ കച്ചവടം ചെയ്യണം. എന്നിട്ട് നമുക്ക് വാങ്ങണം. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിനെയും ഒക്കെ തന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കണം. തഫ്സീറുൽ ലത്താഫിൽ ഇശാറാത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ജഅല സദ്ദിഹിമുൽ മുഅ്മിനീൻ, അല്ലാഹു തആല സദ്ദിഹുമുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് തടയുന്നത് അല്ലാഹു വെച്ചു. മനിത്തബഅൽ ഹഖ്, അതായത് ഹക്കിനെ പിന്തുടരുന്ന മുഅ്മിനീങ്ങളിൽ നിന്ന് തട്ടിക്കളയുന്നത്, അവരിൽ നിന്ന് തടയുന്നത് അള്ളാഹു വെച്ചു. കുഫ്റഹും ബില്ലാ, അള്ളാഹുവിനോട് അവിശ്വാസം കാണിക്കുന്നതിനോട് ചേർത്തിയിട്ട്. ഇപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് നോക്കൂ, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ കുഫർ ചെയ്താൽ, വസദ്ദു അൻ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് ആളുകൾ തടഞ്ഞാൽ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് തടയാന്ന് പറഞ്ഞാൽ ആരാണ്? അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരിൽ നിന്ന് തടഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിനോട് അള്ളാഹുവിൽ അവിശ്വാസം വെക്കുന്നതിനെ ചേർത്ത് വെച്ചു ആ ഏരിലേക്ക്, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നും അമ്പിയാക്കന്മാരിൽ നിന്നും തടയുന്നതിന് തൊട്ട്. അപ്പോൾ കുഫർ ചെയ്യാൻ തന്നെ എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്, എത്ര മോശപ്പെട്ട കാര്യമാണ് കുഫർ. ആ കുഫറിൻ്റെ തൊട്ടടുത്ത് തന്നെ അള്ളാഹ് പറഞ്ഞ എന്താ? അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്ന് ആളുകൾ തടയുന്ന പരിപാടിയാണ് എന്ന്. ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു തങ്ങളാണ്. മഹാനുകൾ പറയാണ്, വല്ലാഹു തആല അദ്ദമ ഹുഖൂഖ ഔലിയ, അതുകൊണ്ട് അള്ളാഹു തആല ഇവിടെ എന്ത് ചെയ്തു? അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ പദവികൾ ഉയർത്തി. താലീമി ഹക്ക നഫ്സി, സ്വന്തം താലീമിനോട് ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ അള്ളാഹുവിനെ അവിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ അവിശ്വസിക്കുന്നത് അള്ളാഹു വിശ്വസിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണല്ലോ. അപ്പോൾ അള്ളാഹുവിനെ അവിശ്വസിക്കുന്നതിൻ്റെ കൂടെ തന്നെ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ നിന്ന് അകറ്റുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു അധികാരവും അള്ളാഹുവിൻ്റെ അവകാശവും ഒരു ഭാഗത്തും, അടുത്ത തന്നെ അള്ളാഹു പറഞ്ഞെന്താ? അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ അവകാശമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ അവകാശം അള്ളാഹിൻ്റെ അവകാശത്തിനോട് ചേർത്തി അള്ളാഹു വെച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. സുമ്മക്കാല, പിന്നെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന കഫറു വദലമു, ആരെങ്കിലും തീർച്ചയായും, ഈ ആയത്തിൽ നോക്കൂ, തീർച്ചയായും ഇല്ലദീന കഫറു വദലമു, തീർച്ചയായും കുഫർ ചെയ്തവൻ, വദലമു അക്രമം ചെയ്തവനും, പിന്നെ അക്രമം ചെയ്തവനും. അപ്പോൾ കുഫറിൻ്റെ കൂടെ അക്രമം ചെയ്തതിനെയും ചേർത്തി പറഞ്ഞു. എന്തിനെന്നറിയോ? ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിഹിം ത്വരീഖ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല, അവന് ഒരു നേരായ മാർഗം കാണിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ കുഫറിന് അത് പറയാൻ ഓക്കെ, നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. കുഫറിന് അള്ളാഹു പുറത്തു കൊടുക്കൂല, അവന് നേരായ മാർഗം കാണിച്ചു കൊടുക്കൂല എന്ന് പറയുന്നത് ശരി, ഓക്കെ. അപ്പോൾ എന്തിനാണ് അത് ദുൽമിനെ അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞത്? ദുൽമെന്ന് പറഞ്ഞാൽ എന്താ? ദുൽമെന്ന് പറഞ്ഞാൽ അക്രമം കാണിക്കാനാണല്ലോ. അപ്പോൾ അക്രമം കാണിക്കുന്നവന് അള്ളാഹു പുറത്തു കൊടുക്കൂല, നേരായ മാർഗം കാണിക്കൂല എന്നാണല്ലോ പറയുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നാണ് അതിനാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇന്നല്ലദീന കഫറു വദലമു ജഅല ദുൽമഹും സബീല കുഫ്രിഹിം. അള്ളാഹു ഇവിടെ എന്തിനാണ് ദുൽമിനെ ചേർത്തി പറഞ്ഞത്? ആ ദുൽമ് കുഫറിലേക്കുള്ളൊരു വഴിയാണ്, ഒരു മാർഗ്ഗമാണ്. ദുൽമ് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിലൂടെ, അക്രമം വർദ്ധിപ്പിക്കുന്നതിലൂടെ അറിയാതെ നമ്മൾ കുഫറിലേക്ക് വന്നു പോകും എന്ന കാരണം കൊണ്ടാണ്. ഫഅല്ലക ഇസ്തിഹഖാഖൽ ഉഖൂബൽ മുഅബ്ബദതി അലൈഹ ജമീ, അതുകൊണ്ടാണ് രണ്ടിനെയും ചേർത്തി പറഞ്ഞിട്ട് രണ്ടുപേർക്കും ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞത്. ദുൽമ അക്രമം എന്ന് പറയുന്നത് ഇൻലം യകുൻ കകുഫുർ, അത് കുഫറിനെ പോലെ അല്ല. ഫിസ്തിഖാഖ വഈദിൽ അബദ്,
സ്ഥിരമായ ശിക്ഷ ഒന്നും അതിന് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ദുൽമിൻ്റെ അക്രമത്തിൻ്റെ മോശപ്പെട്ട പര്യവസാനം കൊണ്ട് ലാ യഅ്ബുദു അതിൽ ലാ യബൂദു അത് സാധ്യമാവാത്തതൊന്നല്ല അൻ യദ്ഖുലല്ലാഹ് അള്ളാഹ് അവനെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഹത്താ യുവാഫി റബ്ബഹു അൽ കുഫർ അങ്ങനെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കുഫറിലായിട്ടായിരിക്കും. ഒരാൾ ദുൽമ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അക്രമം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരുന്ന് അള്ളാഹു കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഉപേക്ഷിക്കും. എന്താ ആൾക്കെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയാൽ പിന്നെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് കാഫിറായിട്ടായിരിക്കും. അപ്പോൾ ഈ ദുൽമിനെ അവിടെ ചേർത്തി പറഞ്ഞത് ആ ദുൽമിന് ഇങ്ങനൊരു പര്യവസാനം ഉണ്ടാവാം എന്ന കാരണം കൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം കുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. ഇനി ബഹർ മദീദിൽ ബഹുമാനപ്പെട്ട സയ്യിദി അഹമ്മദ് ബിൻ അജീബ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇന്നല്ലദീന കഫറൂ ബി ഹുസൂസിയ. ഈ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇന്നല്ലദീന കഫറൂ ബി ഹുസൂസിയ, ആരെങ്കിലും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് മഹത്തുക്കൾക്ക് നൽകിയ പ്രത്യേകതകളെ അവിശ്വസിച്ചു. അങ്ങനൊന്നുമില്ല, എന്ത് ഔലിയ എന്ത് ഷെയ്ഖ് അങ്ങനൊന്നുമില്ല, അവർക്ക് പ്രത്യേകമായൊരു അവസ്ഥ ഒന്നും ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഔലിയാക്കന്മാരുടെ പ്രത്യേകതകളെ നിഷേധിച്ചാൽ, വാൻകറു അലാ അഹ്ലിഹ അതിൻ്റെ അഹ്ലുകാരെ നിഷേധിച്ചാൽ, ഒന്നുകിൽ ഏതെങ്കിലും വലിയനെ നിഷേധിക്കുക, എന്തെങ്കിലും അതിൻ്റെ ആളുകളെ മൊത്തത്തിൽ നിഷേധിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ, വസദ്ദുന്നാസ് അതുപോലെ തന്നെ സദ്ദുന്നാസ ജനങ്ങളെ അവർ ആട്ടിക്കളഞ്ഞാൽ, തടഞ്ഞാൽ, അനിൽ കസ്ദിലേഹ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആയത്തിന് നിങ്ങൾ വ്യാഖ്യാനം ഉണ്ടെന്ന്, എൻ്റെ വ്യാഖ്യാനം അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങളെ അവർ തട്ടിക്കളയുക, അനിൽ കസ്ദിലേഹ ആ മാർഗം സ്വീകരിക്കുന്നതിന് തൊട്ട്. അതായത് ഔലിയാക്കന്മാരെ നിഷേധിക്കുക മാത്രമല്ല, ഔലിയാക്കന്മാർ മാർഗം സ്വീകരിക്കാൻ പോകുമ്പോൾ അതിന് വേണ്ട അങ്ങോട്ട് പോകണ്ട, എന്തിനാണ് അതിൻ്റെ പരിപാടി ചെയ്യുന്നത്, നമുക്കിതൊക്കെ പോരെ, നമുക്ക് ദിക്റില്ല പോരെ, നമുക്ക് ഈ മജ്ലിസ് പോരെ, നമുക്ക് സംഘടന പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിൽ നിന്ന് തട്ടിക്കളെ ജനങ്ങളെ. വദുഹൂലു ഫി ഹിസ്ബിഹ അവരുടെ കൂട്ടത്തിൽ, അവരുടെ ത്വരീക്കത്തിൽ, അവരുടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് നമ്മൾ തട്ടിക്കളയാം. അങ്ങനെ ചെയ്താൽ ഖദ്ദല്ലു അല ത്വരീഖൽ വസൂൽ അവൻ തീർച്ചയായും അതുകൊണ്ട് വൈകേടാണ് പ്രവർത്തിച്ചത്. അൻ ത്വരീഖൽ വസൂൽ അവർ അള്ളാഹുൽ എത്തിച്ചേർന്നതിന് തൊട്ടാണ് ഈ ആളുകളെ തടഞ്ഞത്. കാരണം ഈ ഔലിയാക്കന്മാരാണ് അള്ളാഹിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. ഈ ഔലിയാക്കന്മാരിൽ നിന്ന് ആളുകളെ തടയുന്നതിലൂടെ ഈ മനുഷ്യന്മാർ ചെയ്തിട്ടുള്ളത് അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള വഴി തടയുകയാണ്. അത് ദലാലൻ ബഈദ, അത് വലിയ ദലാലത്ത്, അങ്ങനെ ചെറിയ ദലാലത്താണെന്ന് വിചാരിക്കേണ്ട. ഇതൊരു വലിയനല്ലേ ഒന്ന് നിശ്ചയിച്ചുള്ളൂ, മൂപ്പര് നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പോക്കുണ്ടല്ലോ, മൂപ്പര് ഖുർആൻ ഓതുന്നുണ്ടല്ലോ, പള്ളിയിൽ ഇമാമാണല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ മൂപ്പര് ഏതെങ്കിലും ഒരു വലിയ നിഷേധിച്ചാൽ ആ വലിയായിരിക്കും അള്ളാഹിലേക്കുള്ള വഴി. ആ വഴിനെയാണ് നിഷേധിച്ചത്, ഒരൊറ്റ മനുഷ്യനാണെങ്കിൽ പോലും. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അത് ആ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത് ദലാലൻ ബഈദ വളരെ മോശപ്പെട്ട ഒരു ദലാലത്താണ്. ഇത് ഇതിൻ്റെ കാരണം ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇത് കാരണം എന്താ, ലാ വസൂലയിലല്ലോ അള്ളാഹുലേക്കുള്ള ഒരു വസൂല്, അള്ളാഹിലേക്ക് ചേരുക എന്ന് പറയുന്നത്, അള്ളാഹിനെ പ്രാപിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇല്ലാ ലാ യദി ഔലിയാ ഇല്ലാഹി തആല അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ കരങ്ങളിലൂടെ അല്ലാതെ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ കരം പിടിച്ചിട്ടല്ലാതെ, അവരെ തൃപ്തിയിലായിട്ടല്ലാതെ, അവരെ മാർഗം സ്വീകരിച്ചിട്ടല്ലാതെ, അവർ പറഞ്ഞത് കേട്ടിട്ടല്ലാതെ നമുക്കൊരിക്കലും അള്ളാഹിൽ എത്തിച്ചേരാൻ സാധിക്കൂല, അള്ളാഹിൽ യാത്ര ചെയ്യാൻ പറ്റൂല. അവർ അള്ളാഹിലേക്കുള്ള കവാടങ്ങളാണ്. ലിയാന്നഹും ബാബുൽ ഹദറ കാരണം അവർ അള്ളാഹുലേക്കുള്ള കവാടങ്ങളാണ്, അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാതെ ഇതുൽ ബുയൂത്തമിന ബുവാബിഹ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് അതിൻ്റെ കവാടത്തിലൂടെ പ്രവേശിക്കണം. അള്ളാഹു എന്ന അള്ളാഹിൻ്റെ സാന്നിധ്യമെന്ന ആ ഏറ്റവും മഹോന്നതമായ വീട്ടിലേക്ക് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാകുന്ന കവാടത്തിലൂടെ കടന്നാലല്ലാതെ പ്രവേശിക്കാൻ സാധിക്കൂല. ലിയന്നഹും ബാബുൽ ഹദറ അത് അള്ളാഹുവിൻ്റെ ഹദറത്തിൻ്റെ വാതിലാണ്. ഫലാബുദ്ദ മിൻ അദബിമാഹും അതുകൊണ്ട് തന്നെ നിർബന്ധമായും അവരോട് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരോട് അദബ് കാണിക്കണം. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ നിന്ദിക്കരുത്, അവരെ പറ്റി കുറ്റം പറയരുത്, ഏശനി പരിദോഷണം പറയരുത്, അവരിൽ നിന്ന് ആളുകളെ തടയരുത്, അവരില്ലാത്തവരാണെന്ന് പറയരുത്, അവരെപ്പറ്റി മോശം പറയുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. വലാബുദ്ദ മിൻ അദബിമാഹും അവരോട് നിങ്ങൾ അദബിലായി നിൽക്കണം. വഹുദൂ ഇലഹും അവരോട് നിങ്ങൾ തായ്മ കാണിക്കുകയും വേണം. അവരെ ഉപദ്രവിക്കരുത്, ഒരിക്കലും തായ്മ കാണിച്ച് അവരുടെ മുമ്പിൽ നിലനിൽക്കണം.
ഇന്നല്ലദീന കഫറൂ ബിഔലിയാ ഇല്ലാ, ആരെങ്കിലും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ അവിശ്വസിച്ചു, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരോട് അവർ അവിശ്വാസം കാണിച്ചു, അവർ കുഫ്ർ ചെയ്തു, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ നിഷേധിച്ചു, വദലമു അൻഫുസഹും, എന്നിട്ട് സ്വന്തം നഫ്സിനെ തന്നെ അവർ സ്വന്തം നഫ്സിനോട് തന്നെ അക്രമം കാണിച്ചു. ബിഹൈസു ഹറമൂഹ അൽ വുസൂൽ, എങ്ങനെ സ്വന്തം നഫ്സിനോട് അക്രമം കാണിച്ചത്? ഈ ഔലിയാക്കന്മാരുടെ വഴി സ്വീകരിക്കാത്തതിലൂടെ അവർക്ക് അള്ളാഹുലേക്കുള്ള വസൂല്, അള്ളാഹിൽ എത്തിച്ചേരുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ ഈ ഔലിയാക്കന്മാരെ നിഷേധിച്ച് അവരെ അവിശ്വസിച്ച് നടക്കുന്നതിലൂടെ അവർക്ക് അള്ളാഹുലേക്കുള്ള വസൂല് അവർക്ക് ഹറാമായി. അവർക്ക് ഇനി അള്ളാഹിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. ആ കവാടത്തിലൂടെ പോയാൽ അത് എത്താനേ പറ്റൂല. അപ്പോൾ ആ വസൂല് സാധ്യമല്ലാണ്ടായി. വതറക്കൂഹ ഫി ഔദിയത്തിൽ ഹവാതിരി തജൂൽ, അങ്ങനെ അവരെ തന്നെ ഉപേക്ഷിച്ചു. എവിടെയാണ് ഉപേക്ഷിച്ചതെന്നറിയോ? പിന്നെ അവരുടെ വ്യാമോഹങ്ങളിൽ, അവരുടെ വെറുതെയുള്ള വ്യതമായ ചിന്തകളിൽ, ആലോചനകളിൽ മാത്രം അവരെ വിട്ടേച്ച് ഇങ്ങനെ മേയാൻ വിട്ടേച്ച് അവരിങ്ങനെ ജീവിക്കുകയാണ്. ഈ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ, അള്ളാഹിലേക്കുള്ള ചേർച്ച നടക്കുന്നില്ലെങ്കിൽ, അള്ളാഹിലേക്കുള്ള യാത്ര നടക്കുന്നില്ല, പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? നമ്മളിങ്ങനെ കുറേ ചിന്തിച്ച് നടക്കുന്നൊരവസ്ഥ. നമ്മൾക്കൊന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി. നമ്മളൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ മാർഗം സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മളുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ പലരും പിന്നെ ചെറുപ്രായത്തിൽ തന്നെ സ്വീകരിച്ചവരുണ്ടാവും. ചിലർ 20-30 വയസ്സിലൊക്കെ സ്വീകരിച്ചവരുണ്ടാവും. ചിലപ്പോൾ 50 വയസ്സ് സ്വീകരിച്ചവരുണ്ടാവും. ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, ആ ശൈഖിൻ്റെ മദതും ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ, അതിലൊരു തരി പോലും അവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് പിറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളെ മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ഏത് ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്? അങ്ങനെ കുറേ വ്യാമോഹങ്ങളും കുറേ ചിന്തകളും, ആ ചിന്തകൾക്കനുസരിച്ചുള്ള കുറേ പ്രവർത്തനങ്ങളല്ലാതെ എന്താണ് നമുക്ക് ബാക്കി വരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ ഒഴിവാക്കി, അള്ളാഹിലേക്കുള്ള ചേരുന്ന വഴികളൊക്കെ ഒഴിവാക്കി, അങ്ങനെ അവൻ്റെ നഫ്സിനോട് അവൻ ഉപദ്രവം കാണിച്ചു, എന്നിട്ട് അവനിങ്ങനെ വ്യാമോഹങ്ങളുടെയും ചിന്തകളുടെയും ലോകത്തിങ്ങനെ മേയാൻ അവനെ തന്നെ വിട്ടേച്ചു പോയി. അങ്ങനെ ചെയ്താൽ ലം യകുനില്ലാഹു ലിയസ്തുറു മസാവിഅഹും, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലം യകുനില്ലാഹ ലിയസ്തുറു മസാവിഅഹും, അവൻ്റെ തെറ്റുകൾ അള്ളാഹു മറച്ചു വെക്കൊന്നുമില്ല കേട്ടോ. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ മാർഗം സ്വീകരിച്ചാൽ അവരെ പിന്തുടർന്നാൽ നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ തൗഫീഖാണ്. അള്ളാഹു നമ്മളെ തെറ്റുകൾ കുറവുകളൊക്കെ മറച്ചു വെക്കും എന്നുള്ളത്. ഇതൊന്നും ചെയ്തിട്ടില്ല, അവരെ നിഷേധിച്ച് നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുറവുകളുണ്ടാവും. ആ കുറവുകളൊക്കെ അള്ളാഹു ഇങ്ങനെ വെളിവാക്കാൻ തീരുമാനിക്കും. അള്ളാഹു അത് മറച്ചു വെക്കൂല. എല്ലാവരും മുമ്പിലും നാണം കെടുത്തും. നമുക്കെന്താ ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളുടെ കുറവുകൾ അള്ളാഹു മറച്ചു വെക്കൂല, പിന്നെ പുറത്താക്കാൻ തീരുമാനിക്കും. വയുഖദ്ദിസു സറാഇറഹും, അതുപോലെ തന്നെ നമ്മളെ ഉള്ളുകളെ, നമ്മളുടെ നഫ്സിനെ, നമ്മളുടെ ഹൃദയത്തിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ അത് ഉദ്ദേശിക്കുകയില്ല. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ മാർഗം സ്വീകരിക്കാത്തവന് എത്ര ഇബാദത്ത് ചെയ്തവനാണെങ്കിലും, എത്ര ഖുർആൻ ഓതുന്നവനാണെങ്കിലും, എത്ര പണ്ഡിതനാണെങ്കിലും അവൻ്റെ തെറ്റുകൾ അള്ളാഹു വെളിവാക്കും. അവൻ്റെ ഹൃദയം അള്ളാഹു ശുദ്ധീകരിക്കൂല. വലാലിയഹദിയഹും ത്വരീഖൽ മുഷാഹദ, അവന് ഒരിക്കലും മാർഗദർശനം കണ്ടെത്താൻ പറ്റൂല. ത്വരീഖൽ മുഷാഹദ, എന്തിലേക്കുള്ള ഒരു മുഷാഹദയുടെ വഴി സ്വീകരിക്കാൻ, ഒരു അള്ളാഹുവിനെ കാണുന്ന അനുഭവിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു ത്വരീഖത്ത് കണ്ടെത്താൻ അവന് സാധിക്കൂല. നേരത്തെ ആയത്തിന് ഞാൻ വിശദീകരിച്ചില്ല. ത്വരീഖത്ത് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പെട്ടതാണെന്ന് ഇബ്നു അജീബ് തങ്ങളും അത് പറയാണ്. വലാലിയഹദിയഹും ത്വരീഖ മുഷാഹദ, അള്ളാഹിൻ്റെ മുഷാഹദത്തിന്, അള്ളാഹിനെ സാക്ഷ്യം വഹിക്കുന്നതിലേക്കുള്ള ഒരു വഴി കണ്ടെത്താൻ അവന് സാധിക്കൂല. വലാ കൈഫിയത്തുൽ മുജാഹദ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു രീതി അവനറിയില്ല. ഈ ഒരു വഴിയൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ വഴി സ്വീകരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് അള്ളാഹിൻ്റെ സാക്ഷ്യം വഹിക്കുക, എങ്ങനെ അള്ളാഹുലായി പരിശ്രമിക്കുക എന്നൊക്കെ ഈ വഴി സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാം. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ എങ്ങനെയാണ് അള്ളാഹിനെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണ് അള്ളാഹുലായിട്ട് പരിശ്രമിക്കാൻ നമുക്കറിയില്ല. വൈന്നമാ യുമക്കിനുഹും, പകരം അവനെ അള്ളാഹു ഇട്ടേച്ചു പോവും. ത്വരീഖ് തഅബി വൻ നസബ്, അള്ളാഹു അവൻ ഇട്ടേച്ചു പോകും. എവിടെ അറിയോ? മിൻ ത്വരീഖ് തഅബി വൻ നസബ്, കഠിന പരിശ്രമങ്ങളുടെയും അതുപോലെ തന്നെ ക്ഷീണത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് അവൻ ഇട്ടേച്ചു പോവുക. അപ്പോൾ നമ്മൾ വലിയ
ഒരു ആബിദായ ഒരു മനുഷ്യനാണ്, ഇബാദത്തൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അവൻ അള്ളാൻ്റെ ഔലിയാക്കന്മാരെ നിഷേധിക്കുക, അവരൊന്നും വേണ്ട, അങ്ങോട്ട് പോകണ്ട, അതിലെന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഔലിയാക്കന്മാരെ നിഷേധിച്ച് ഇങ്ങനെ ദിക്റും ഇബാദത്ത് ചെയ്ത് നടക്കുകയാണെങ്കിൽ ആ ഇബാദത്തിനൊന്നും ഒരു രുചിയും അള്ള കൊടുക്കില്ല. ആ രുചി മുഴുവൻ എടുത്തു കളയും. പിന്നെ അവൻ എന്ത് ചെയ്യുന്നത് ക്ഷീണം മാത്രം അനുഭവിക്കും. നിസ്കരിക്കുമ്പോൾ ക്ഷീണം, ദിക്റെല്ലുമ്പോൾ ക്ഷീണം, ഖുർആൻ ഒന്നും ക്ഷീണം, ഒരു രസവും ഉണ്ടാവില്ല, വെറുതെ ക്ഷീണം മാത്രം, ഒരു രുചിയും അനുഭവിക്കാത്ത അവസ്ഥ അള്ളാഹു അവർക്ക് കൊടുക്കും. ഇനിയിപ്പോൾ അവർ നിസ്കാരം നോമ്പൊന്നും ഇല്ലാത്തവരാണെങ്കിലോ എന്നാൽ അവരുടെ ലൗകികമായ ഏർപ്പാടുകളിലോ അവർക്ക് ക്ഷീണം മാത്രമല്ല കൊടുക്കും. അവർക്ക് എന്താണെന്ന് ഒന്നൊരു രസം കണ്ടെത്താൻ കഴിയില്ല. അവരെത്ര സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായാലും അതിലൊന്നും രസം ഉണ്ടാവില്ല. ക്ഷീണവും അതുപോലെ തന്നെ കുഴക്കും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഹത്താ യുലാഖുല്ലാഹു ബിഖൽബിൻ സഖീം, അങ്ങനെ അവൻ ജീവിച്ച് മരിക്കും. മരിച്ചിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും ബിഖൽബിൻ സഖീം, രോഗിയായ ഹൃദയത്തോടു കൂടിയായിരിക്കും. അള്ളാഹുവോടെ സ്വീകരിക്കുക കൽബിൻ സലീം മാത്രം, സലീമായ നല്ല ശുദ്ധമായ ഹൃദയം അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അവിടെ അള്ളാഹിനെ അവൻ കണ്ടുമുട്ടുക സഖീമായ അസുഖമുള്ള ഹൃദയമായിട്ടാണ്. വയ്യാദു ബില്ലാ, അള്ളാഹുവിനെ തൊട്ട് ഞാൻ അത് കാവൽ ചോദിക്കണം. അള്ളാഹു അതിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറയാണ്. യാ യുഹന്നാസു, അല്ലയോ സത്യവിശ്വാസി, അല്ലയോ മനുഷ്യന്മാരെ, ജനങ്ങളെ, മുഅ്മിനീങ്ങൾ മൊത്തമല്ല, ജനങ്ങളെ മൊത്തം അഭിസംബോധന ചെയ്ത ഖദ് ജാഅകുമുർ റസൂൽ, ഒരു റസൂൽ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ബിൽ ഹക്ക്, സത്യം കൊണ്ട്, ഹക്ക് കൊണ്ട് ഒരു റസൂൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. മീൻ റബ്ബിക്കും, റബ്ബിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ റബ്ബിൻ്റെ അടുത്തുനിന്ന് സത്യം വഹിച്ചുകൊണ്ട് ഒരു റസൂൽ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഫാമിനു, അതുകൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിച്ചോളി. ഹൈറുലക്കും, അതാണ് നിങ്ങൾക്ക് ഹൈറ്. വീൻ തക്ഫറു, നിങ്ങൾ അവരെ അവിശ്വസിച്ചാൽ, അവരെ നിഷേധിച്ചാൽ, ഫൈനലില്ലാഹി മാഫി സമാവാതി വൽ അർദ്, അള്ളാഹിൻ്റെ ആണോ ആകാശം ഭൂമിയും. അപ്പോൾ അള്ളാഹിൻ്റെ ആണ് ആകാശം ഭൂമി എന്നാണ് ഇതിന് മഹാന്മാർ കുറേ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ ആണ് ആകാശം ഭൂമിയും, അതുകൊണ്ട് നിങ്ങളെ വിശ്വാസമൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞാൽ അള്ളാഹിൻ്റെ ആണ് ആകാശം ഭൂമിയും, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ ടീമിനെ കൊണ്ട് അള്ളാഹ് വിശ്വസിപ്പിക്കും, നിങ്ങളെ വിശ്വാസമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. വഖാന അല്ലാഹു അലീമൻ ഹക്കീമ, അള്ളാഹു തീർച്ചയായും അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ തീരുമാനങ്ങൾ ഹക്കീം, അലീമും, അറിയുന്നവനും, ഹക്കീം, യുക്തിമാനുമാണ്. അപ്പോൾ അള്ളാഹു ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറഞ്ഞത് കാണാം. അയ്യുന്നാസ്, സത്യവിശ്വാസി അല്ല മനുഷ്യന്മാരെ, ഖദ് ജാഅകുമുർ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയനും സൂട്ടാണെന്ന്, നിങ്ങളിലേക്കൊരു വലിയ വന്നിരിക്കുന്നു. ബിൽ ഹക്ക്, സത്യവും ഏന്തിക്കൊണ്ട്, സത്യം പറഞ്ഞുകൊണ്ട് സത്യവുമായിട്ട് നിങ്ങളിലേക്ക് വലിയ വന്നിരിക്കുന്നു. മിൻ റബ്ബിക്കും, റബ്ബിൻ്റെ അടുത്തുനിന്ന്. ഫാമിന്, അതുകൊണ്ട് ആ വലിയന് വിശ്വസിച്ചോ. ഹൈറുലക്കും, അതാ നിങ്ങൾക്ക് നല്ലത്. വൈൻ തക്ഫറോ, നിങ്ങൾ അവിശ്വസിച്ചാൽ, ആ വലിയ നിങ്ങൾ അവിശ്വസിച്ചാൽ, നിങ്ങൾ ആ ഷെയ്ഖിനെ സ്വീകരിച്ചിട്ടില്ല, ബയ്യത്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബയ്യത്ത് ചെയ്ത് ഒഴിവാക്കിപ്പോയി, നിങ്ങൾ വിചാരിക്കുന്നു എന്തൊക്കെയോ ഷെയ്ഖിനെ നഷ്ടപ്പെട്ടു, അള്ളാഹിനെ നഷ്ടപ്പെട്ടു, നിങ്ങൾ വിചാരിക്കേണ്ട. ഫൈനലില്ലാഹി മാഫി സമാവാതി വൽ അർദ്, ആകാശം ഭൂമി മുഴുവൻ അള്ളാഹിൻ്റെ ആണ്. അള്ളാഹ്ക്ക് വേണം. നിങ്ങളിപ്പോൾ മുഴുവൻ ആളുകൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒരുപോലെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നല്ല വിശ്വസിക്കുന്ന ആൾക്കാർ വേറെ അള്ളാഹ് കൊണ്ടുവരും. നിങ്ങളെ വിശ്വാസമൊന്നും അള്ളാഹ്ക്ക് വേണ്ട എന്ന് പറയുകയാണ്. വഖാന അല്ലാഹു അലീമൻ ഹക്കീമ. ഫിയാൽ തഫ്സീൽ ഷെയ്ഖ് ഇബ്രാഹിം യാസുറുല്ലാ തങ്ങൾ പറയണം കാണാം. യാ യുഹന്നാസ്, മനുഷ്യന്മാരെ, അഹ്ലുൽ മക്ക, മക്കക്കാരെ മുഴുവൻ അഭിസംബോധന ചെയ്ത് പറയാണ്. ഖദ് ജാഅകുമുർ റസൂൽ, നിങ്ങളിലേക്കൊരു റസൂൽ വന്നിട്ടുണ്ട്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബിൽ ഹക്ക്, സത്യം കൊണ്ട്. മിൻ റബ്ബിക്കും, അവരുടെ മഹാനവകളുടെ റബ്ബിൽ നിന്ന്. ഫാമിനു, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു. ബിഹി വഖ്സുദു ഹൈറുലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ആമിനു ബി റസൂൽ വഖ്സുദു ഹൈറൻ, നിങ്ങൾ അവരിൽ വിശ്വസിക്കുകയും പിന്നെ ഹൈറ് തേടുകയും ചെയ്തു. ആമിനു ബി റസൂൽ യകുൻ ഹൈറൻ ലക്കും മിമ്മാ അൻതും ഫീ, ആ റസൂൽ നിങ്ങൾ വിശ്വസിച്ചു, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥേനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. വൈൻ തക്ഫറു, നിങ്ങൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെങ്ങാനും അവിശ്വസിച്ചാൽ, ബിഹി, അവിടെ നിന്ന് അവിശ്വസിച്ചാൽ, ഫൈനലില്ലാഹി മാഫി സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശവും ഭൂമിയൊക്കെ അള്ളാഹിൻ്റെ ആണ്. മുൽക്കൻ വഹൽക്കൻ വാബീദൻ, അള്ളാഹാണ് അതിൻ്റെ അധികാരി, അള്ളയാണ് അത് സൃഷ്ടിച്ചത്, അടിമകളൊക്കെ അള്ളാൻ്റെ ആണ്, ഇതൊന്നും നിങ്ങളുടേതല്ല. ഫലായുറുഹു കുഫ്റുക്കും, അതുകൊണ്ട് നിങ്ങളുടെ പിന്നെ കുഫറൊന്നും, നിങ്ങൾ അവിശ്വസിച്ചുകൊണ്ട് അള്ളാഹ്ക്കൊരു ഉപദ്രവവും കിട്ടാൻ പോകുന്നില്ല. വഖാന അല്ലാഹു അലീമൻ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ബിഹൽക്കിയാൽ, അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്. ഹക്കീമൻ, അവൻ യുക്തിമാനാണ്. ഫീ സുനുഇഹി, അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. റൂഹുൽ ബയാനിലെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കീൽ ബറൂസി റളിയല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്. വാലം, നിങ്ങൾ അറിയണം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്
സൂറത്തു നൂറുൽ ഗൈബ്, ആ മറഞ്ഞ ഐബിയായ മറഞ്ഞ പ്രകാശത്തിൻ്റെ പ്രകടമായ രൂപമാണ്. അതായത് ഹക്കിൻ്റെ പ്രകടമായ തജല്ലിയാണ് റസൂലുള്ളാഹിങ്ങൾ. ഹക്ക് ദാത്തിൻ്റെ തജല്ലിയാണ് റസൂലുള്ളാഹിങ്ങൾ. ഹക്ക് ഐബാണെങ്കിൽ മറഞ്ഞവനാണെങ്കിൽ ആ മറഞ്ഞത് വെളിവായതാണ് റസൂലുള്ളാഹിങ്ങൾ. അൽ മുർസിലു ഇലൽ അജ്സാദ്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപങ്ങളിലേക്കൊക്കെ അയക്കപ്പെട്ടവരാണ്. ഫമൻ ഖാന ഖാബിലൻ, ആരെങ്കിലും സ്വീകരിച്ചാൽ ലി ഇഫാദത്തി നൂരി ദാവത്തി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വിളിയുടെ പ്രകാശത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ ഫഖദ് ഇഹ്തദ, അതുകൊണ്ട് അവൻ ഹിദായത്തിലാവും. അമൻ അഹ്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിലേക്ക് വിളിക്കുന്നതിൻ്റെ വിളിയുടെ പ്രകാശത്തിൽ നിന്ന് ആരെങ്കിലും മാറിക്കളഞ്ഞാൽ ഫഖദ് ദല്ല, അവൻ അതുകൊണ്ട് ദലാലത്തിലാവും, വൈകേട്ടിലാവും. ഇനി പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. വൈത്തഫക്കൽ മഷായിഖ്, ഷെയ്ഖന്മാരൊക്കെ ഇത്തിഫാക്കാണ്, ഷെയ്ഖന്മാരൊക്കെ ഇതിൽ ഐക്യകണ്ഠേനമായി നിൽക്കുന്നതാണ്. എന്തറിയോ, അലാ അന്നമൻ അൽഖാ ജിമാമഹു, ആരെങ്കിലും തൻ്റെ നഫ്സിൻ്റെ കടിഞ്ഞാൻ ഏൽപ്പിച്ചു, ഫീ യദി കൽബിൻ മസലൻ, ഉദാഹരണത്തിന് ഒരു നായനെ ഏൽപ്പിച്ചു എന്ന് കരുതാം. നമ്മൾക്ക് മേലൊരു കടിഞ്ഞാൻ എന്നൊക്കെ പറയില്ല. അതായത് കടിഞ്ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതുപോലെ നമ്മൾ പോത്തിനൊക്കെ ഒരു മൂക്കയർ കെട്ടൂലേ, എന്നിട്ട് ആ പോത്തിൻ്റെ കയറ് നമ്മൾ ഒരാളെ കയ്യിലായിരിക്കില്ല, അയാൾ കൊണ്ടെടുക്കുന്ന പോലെയല്ല പോത്ത് പോവുക. അതേപോലെ നമ്മളെ കടിഞ്ഞാൻ നമ്മളൊരു നായൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് കരുതുക. എന്നിട്ട് നായ പോകുന്നതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഉദാഹരണം പറയാം, ഔലിയാക്കന്മാർ ഇതിൽ ഇത്തിഫാക്കാന്നാണ് പറഞ്ഞിട്ട് ഒരു വലിയൻ്റെ അഭിപ്രായമല്ല, എല്ലാ ഔലിയാക്കന്മാരുടെയും ഐക്യകണ്ഠേനമായ അഭിപ്രായം. നമ്മളെ നഫ്സിൻ്റെ കടിഞ്ഞാൻ നമ്മളൊരു നായനെ ഏൽപ്പിച്ചു. ഹത്താ ലാ യകൂനു തറദ്ദുദുഹു, അങ്ങനെ നിങ്ങൾ ഒന്നും അനങ്ങൂല ബിഹുക്കുമുത്തബാഹി, നിങ്ങളെ സ്വന്തം ആഗ്രഹത്തിൽ. അതായത് നിങ്ങൾ അനങ്ങുമ്പോൾ നിങ്ങൾ അനങ്ങുന്നത് നിങ്ങളെ സ്വന്തം ആഗ്രഹത്തിലല്ല. നായ എങ്ങോട്ടാണ് പോകണം അതിനനുസരിച്ച് ഞങ്ങൾ പോകുന്നത്. നായ വലത്തോട്ട് പോയാൽ നിങ്ങൾ വലത്തോട്ട് പോകും, ഇടത്തോട്ട് പോയാൽ ഇടത്തോട്ട് പോകും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. അപ്പോൾ നായ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫനഫ്സുഹു, അങ്ങനെ നിങ്ങൾ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല, നായ പറയുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫനഫ്സുഹു, നിങ്ങളുടെ നഫ്സ് അക്വം, ഏറ്റവും നല്ലതാണ്. ലി കബൂലി റിയാദകളൊക്കെ ആത്മീയമായ പരിശീലനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല നഫ്സാണ് നിങ്ങളുടെ നഫ്സ്. മിമ്മൻ ജഅല ജിമാമഹു, ഏതിനേക്കാൾ എന്നറിയോ, മിമ്മൻ ജഅല ജിമാമഹു, ആരെങ്കിലും സ്വന്തം നഫ്സിൻ്റെ ആ കടിഞ്ഞാൺ ഏൽപ്പിച്ചു കൊടുത്തു, ഫിഹുക്കുമു നഫ്സിഹി, സ്വന്തത്തിൽ തന്നെ, യർത്തസിലു ബിഹാ, എന്നിട്ട് അതിന് തോന്നുന്ന പോലെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഹൈസുഷ, ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. കൽബഹായും, ഏതുപോലെ മൃഗങ്ങളെപ്പോലെ, കന്നുകാലികളെപ്പോലെ, ഈ കന്നുകാലികളെപ്പോലെ മൃഗങ്ങളെപ്പോലെ ഇങ്ങനെ മേഞ്ഞ് നടക്കാൻ നഫ്സ്. അങ്ങനെ ഉള്ള നഫ്സിനേക്കാളൊക്കെ എത്രയോ നല്ലത് നിങ്ങളൊരു നായനെയാണ് ഏൽപ്പിച്ചതെങ്കിൽ നായൻ്റെ പിന്നാലെ പോലാണെന്ന്. നമ്മളെ സമയത്തോളം നമ്മളിപ്പോൾ നായ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ജീവിയാണ്. ജീവിതം മോശം അടിസ്ഥാനപരമായിട്ടല്ല, അതിനൊരു വലിയൊരു മനുഷ്യന്മാരെ പോലെ ബുദ്ധിയുള്ള ആണെന്നോ നേരായ വഴിയിലാണ് നായ പോകുകയെന്നൊന്നും നമുക്ക് വാദമല്ല. പക്ഷേ ആ നായൻ്റെ പിന്നിൽ നായക്ക് പിന്നിലായിട്ടാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അവിടെ എപ്പോഴും ഉണ്ടാവും ഇയാൾ നഫ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. വേറൊരാൾ പറയുന്ന അദ്ദേഹം കേൾക്കുന്നു, അങ്ങനെ രൂപത്തിലുണ്ടാവും. അങ്ങനെ നിൽക്കണതാണ് നിങ്ങൾ ഒറ്റക്ക് നടക്കണേക്കാളൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊക്കെ ചിന്ത ഉണ്ടാവില്ല, നമ്മളെന്തുകൊണ്ടാണ് നമ്മുടെ ത്വരീക്കത്തിൽ ഒരു മുഖദ്ദമിനെ കീഴിലാവുന്നത്, ഒരാൾ പറയുന്നതായിട്ട് അനുസരിച്ച് നിൽക്കണ എന്തിനാ? ആ മുഖദ്ദമിന് ഒരു വലിയ സ്ഥാനമൊന്നുമില്ല, വലിയ അറിവില്ല, ആ മുഖദ്ദമിന് വലിയ അറിവില്ല, വലിയ സ്ഥാനങ്ങളില്ല, വലിയ പാപിയാണ്, ദോഷിയാണ്, എന്തോ ആവട്ടെ. ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ എന്താ, ശേഖറുകൾ ഒരു നായൻ്റെ കീഴിലാണെങ്കിൽ പോലും നിങ്ങൾ ആ നായ പറഞ്ഞനുസരിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ പിന്നെ ഒരു മനുഷ്യൻ്റെ കീഴിലാവണമെന്ന് പറയാനുണ്ടോ? ആ മനുഷ്യൻ്റെ കീഴിലായി ആ പറഞ്ഞ അനുസരിച്ച് നടക്കണതാണ്. സ്വന്തം നമ്മൾ നഫ്സിനോട് ഇങ്ങനെ നമ്മൾ തന്നെ തീരുമാനിക്കുക, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, നമുക്കപ്പുറത്തൊന്നുമില്ല, നമ്മളാരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നടക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഇമാജിനറി ഇതിലും മുകളിൽ നിൽക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ വേറൊരാളാണ്. അപ്പോൾ ഉദാഹരണം പറയും, ചില ആൾക്കാർ പറയില്ല, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇത്തിബാ ചെയ്യുന്നത്, റസൂലുള്ളാഹി തങ്ങളാണ് എൻ്റെ ശൈഖ് എന്നൊക്കെ പറയും. അതൊക്കെ ശരിക്കും നമ്മൾ നഫ്സ് നമ്മൾ വഞ്ചിക്കുന്നതാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ നേരിട്ട് നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മളോട് അത് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല സുഖം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ നടക്കാം, എന്നാൽ ആരെയും പിന്നിൽ എല്ലാന്ന് പറയുകയില്ല, നല്ല സുഖമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പറയും,
പിന്നെ ഷെയ്ഖ് നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. നല്ല സുഖമാണല്ലോ അത് പറയാനും, കാരണം ഷെയ്ഖ് നമ്മൾ നേരിട്ടൊന്നും പറയുന്നില്ലല്ലോ. ഇങ്ങനൊന്ന് ചെയ്യുന്നേക്കാളൊക്കെ എത്രയോ നല്ലത് നമുക്ക് നേരെ ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളെ മുമ്പിൽ നമ്മൾ കീപ്പിട്ട് കൊടുക്കലാണ്. അതൊരു നായക്ക് കീപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്താൽ നമ്മളെപ്പോഴും നഫ്സിന് അടിമപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നഫ്സ് നമുക്ക് തോന്നിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മൃഗങ്ങളിങ്ങനെ മേയുന്ന പോലെ മേയുന്നൊരവസ്ഥ ഉണ്ടാവും. ഫലമ്മ തയക്കനത്ത്, ഇത് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ, ഒരു നായക്ക് പിന്നിൽ നിൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് മശായിഖന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, അന്നൽ വാജിബാലേക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമാണ് അൻതക്കൂനു താബിയൻ, നിങ്ങളൊരാളെ പിന്തുടരുക എന്നുള്ളത്. നിങ്ങൾ ഒറ്റക്കാവുക എന്നുള്ളത് നിങ്ങൾക്ക് പറ്റണമല്ല, നിങ്ങൾ വേറൊരാളെ പിന്നിലാവുക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ലാ മുസ്തർസിലൻ, സ്വന്തമായി ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കലല്ല നിങ്ങളുടെ രീതി. ഫല അന്നഹു അങ്ങനെ, അതായത് ഒരു നായക്ക് പിന്തുടരുന്നതിനേക്കാൾ സ്വന്തത്തിന് അടിമപ്പെടുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ ഫല അൻ നത്തുബ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്തുടരുകയാണെങ്കിലോ സയ്യിദുൽ മുർസലീൻ, റസൂലുള്ളാഹികളെ പിന്തുടരുകയാണെങ്കിലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹികൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ അല്ലദീ ആദമ വമൻ ദൂനഹു മിൻ ഔലിയാഇ വൽ അംബിയ, കാരണം റസൂലുള്ളാഹികളെ കീഴിലാണ് ആദം അലൈഹിസ്സലാമും അവർക്ക് കീഴിലുള്ള എല്ലാവരും ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ അവർക്ക് കീഴിലുള്ളവരൊക്കെ റസൂലുള്ളാഹികളെ കീഴിലാണ്. അങ്ങനെ റസൂലുള്ളാഹികളെ പിന്തുടരുകയാണെങ്കിലോ തഹ്ത ലിവായിഹി, എല്ലാവരും റസൂലുള്ളാഹികളെ കൊടിക്കീഴാണ്. ഖൈറുല്ലക, നിങ്ങൾക്ക് ഖൈറാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിന്തുടരുന്നു. ഞാൻ നേരത്തെ റസൂലുള്ളാഹികൾക്ക് പിന്തുടരുന്നതാണെന്ന് പറയുന്ന ഒരു അവകാശവാദം കേട്ടോ, അല്ലാതെ അത് പിന്തുടരുന്നത് യാഥാർത്ഥ്യത്തിലല്ല. അപ്പം നമ്മൾ പറയാം റസൂലുള്ളാഹികളെ എൻ്റെ ഷെയ്ഖ് റസൂലുള്ളാഹികളാണ്, അതൊക്കെ ഒരു അവകാശവാദം. ആരെയും ഷെയ്ഖ് റസൂലുള്ളാഹികളൊന്നുമല്ല, ആ ഒരു മർത്തബയിലേക്കൊന്നും നമ്മൾ ആരും ഉയർന്നിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹികളാണെന്നൊക്കെ പറയുന്നത് ഒരു വാദമാണ്. നമ്മളെന്താ ചെയ്യണം? ആ വാദത്തിന് മാറി അള്ളാഹു പറഞ്ഞല്ലേ, അത്തിയുല്ലാഹ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും, അവരിൽ നിന്നുള്ള ഉലിൽ അംറിനെയും നമ്മൾ പിന്തുടരാൻ തയ്യാറാവണം. അവർ നിയമിച്ച ആൾക്കാരെ നമ്മൾ പിന്തുടരണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ റസൂലുള്ളാഹികളെ പിന്തുടരുന്നതാവുള്ളൂ. അപ്പം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവരെ അനന്തരാവകാശികളെയും അവരെ നമ്മൾ മുമ്പിൽ വെച്ച ആൾക്കാരെയും ഒക്കെ നമ്മൾ പിന്തുടർന്നാൽ, അവരെ നമ്മൾ അനുസരിച്ചാൽ ഹൈറുല്ലക, അത് നിങ്ങൾക്ക് ഏറ്റവും ഹൈറാണെന്ന് മാത്രമല്ല ബൽ വാജിബുൻ അലൈക്ക്, നിങ്ങൾക്കത് ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. ഹമാഖത്ത, ഇതിനേക്കാൾ വലിയൊരു ഹമുക്കില്ല. നമ്മൾ പറയല്ലോ ഒരു ഹമുക്ക്, വിഡ്ഡി എന്ന് പറയല്ലേ, ഇതിനേക്കാൾ വലിയൊരു ഹമുക്കില്ല. മൻ യഹ്താതു ബി ഖൗലിൽ മുനജ്ജിം, ചിലരുണ്ട് അവരിങ്ങനെ ജ്യോത്സ്യന്മാരുടെ പറയുന്നതനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മൾ ചില പണിക്കന്മാരെ ജ്യോത്സ്യന്മാരൊക്കെ വിളിച്ചിട്ട് പറയും. അപ്പോൾ ജ്യോത്സ്യന്മാർ പറയും അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറയും, അതിനനുസരിച്ച് ചെയ്യും. ഫി ഇഖ്തിലാജി വൽ ഫഅൽ, എങ്ങനെയാണ് അവർ പറയുന്ന അടയാളങ്ങൾ വെച്ച് അവിടെ ഒരു പല്ലി ചലിച്ചില്ലേ, ആ ഭാഗത്തൊരു ഓട്ടല്ലേ, ഇവിടെ അങ്ങനെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുമല്ലോ. അതിൻ്റെ വിറകളും അതിൻ്റെ പനികളും അതിൻ്റെ അടയാളങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ജ്യോത്സ്യന്മാർ പറയുന്നതനുസരിച്ച് ചെയ്യാം. വൈൻ ഖാദു ഇലാ ഇഹ്തിമാലാത്തിൽ ബഈദ്, എന്നിട്ട് വിദൂരത്തുള്ള സാധ്യതകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി അഥവാ ജ്യോത്സ്യം പറഞ്ഞ് ശരിയാണെങ്കിലോ എന്ന് വിചാരിച്ച് ജ്യോത്സ്യന് കീഴ്പ്പെട്ട് കൊടുക്കുകയും ചെയ്യാം. സുമ്മ ഇദാ ആലൽ അംർ, എന്നാൽ ഇലാ ഖബരി നബി നുബുവ അൻ ഖൈബ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അനുസരിക്കുകയില്ല. നിങ്ങൾ ജ്യോത്സ്യന് വേഗം കീഴ്പ്പെട്ട് കൊടുക്കും, പണിക്കരൊക്കെ കീഴ്പ്പെട്ട് കൊടുക്കും. അവിടെ പോയിട്ട് എനിക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്ന് പറയും. അവർ പറഞ്ഞു തരുന്ന അടയാളങ്ങളൊക്കെ വെച്ച് വേഗം സാധ്യതകളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ റസൂലുള്ളാഹികൾ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. അതിനേക്കാൾ വലിയ ഹമുക്കുണ്ടോ എന്നാണ് ഷേഖുകൾ ചോദിക്കുന്നത്. എന്തൊരു ഹമുക്കാണ്, വിഡ്ഢിയാണവൻ എന്ന് ചോദിക്കുകയാണ്. അൻകറ, അതിനേക്കാളും എന്തൊരു റസൂലുള്ളാഹികൾ വന്നാൽ നിങ്ങൾ നിഷേധിക്കും, അതിനേക്കാളും വലിയ വിഡ്ഢി ആരാണെന്ന് ചോദിക്കുകയാണ് ഷേഖുകൾ. വാലം, അതുകൊണ്ട് നിങ്ങൾ അറിയണം, അന്നക ലമ്മ അഹ്റജക അല്ലാഹു തആല നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ മിൻ സുൽബി ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് ഫി മഖാമി അലസ്തു, ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് നിങ്ങൾ അള്ളാഹു കൊണ്ടുവന്നു. എന്നിട്ട് എങ്ങോട്ടാണ് കൊണ്ടുവന്നു? മഖാമി അലസ്തു ബി റബ്ബിക്കും എന്ന മഖാമിലേക്ക്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന്. റുദിത്തു ഇലാ അസ്ഫലി സാഫിലീൻ, പിന്നെ അള്ളാഹു നിങ്ങളെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മടക്കി. സുമ്മ മിൻ ദുഈത്ത, എന്നിട്ട് അള്ളാഹു വിളിച്ചു
ലിതർഫഇ ബിസഅയിക വകസ്ബിക്, നിങ്ങളുടെ പരിശ്രമങ്ങളിലൂടെയും അധ്വാനങ്ങളിലൂടെയും നിങ്ങൾ ഉയർന്നു വരാൻ വേണ്ടി ഇലാ അല്ലീൻ, ഏറ്റവും ഉന്നതമായ എല്ലീൻ എന്ന ദർജയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി അള്ളാഹു വിളിച്ചു. അപ്പോൾ ആദ്യം ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് നമ്മളെ പുറത്തെടുത്തിട്ട് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു. ബല എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും മോശപ്പെട്ട അവസ്ഥയിലേക്കാക്കി മാറ്റി. എന്നിട്ട് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഖലീഫന്മാരെ വെച്ച് അള്ളാഹ് വിളിക്കുകയും ചെയ്തു. ഇത് അള്ളാഹിൻ്റെ രീതി. ഹൈസുമാ ഖദ്ദറലക്, അള്ളാഹു തീരുമാനിച്ച പദവി അനുസരിച്ച്. കാരണം ചില ആൾക്കാർക്ക് അള്ളാഹു അമ്പിയാക്കന്മാരെ ഓരോ കാലഘട്ടത്തിലെയും അമ്പിയാക്കന്മാരെ പിന്തുടർന്നവരുണ്ടാവും. അവർക്കൊക്കെ ഓരോ പരിധിയുണ്ട്. ഔലിയാക്കന്മാരെ പിന്തുടർന്നവർ അവർക്കൊക്കെ ഓരോ പരിധിയുണ്ട്. ആ പരിധി വരെ അലാ ഹസബി കാബിലിയത്ത്, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി. വല യംകിനു കദാലിക്, നിങ്ങൾക്ക് എത്താൻ സാധിക്കൂല ഇല്ലാ ബി അംറൈൻ, രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടല്ലാതെ. അപ്പോൾ നമ്മളൊക്കെ ആ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. ആ ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. അതെന്താണ്? അഹദുഹുമ, ഒന്നാമത്തേത് ബി മഹബ്ബത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് വെക്കലാണ്. അത് ഒന്നാമത്തെ മാർഗം. ബി അൻ തോസിറ ഹുബ്ബുഹു, റസൂലുള്ളാഹി സ്വല്ലങ്ങളുടെ ഹുബ്ബിനെ നിങ്ങൾ തിരഞ്ഞെടുക്കലാണ്. അലാ നഫ്സിക വ അഹ്ലിക വ മാലിക്, നിങ്ങളെ നഫ്സിനേക്കാൾ, നിങ്ങളെ കുടുംബത്തെക്കാൾ, നിങ്ങളെ സമ്പത്തിനേക്കാൾ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടത്തിന് നിങ്ങൾ തിരഞ്ഞെടുക്കലാണ്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന മക്കാമിലേക്ക് ഉയരണോ, റസൂലുള്ളാഹി സ്വല്ലങ്ങളെയും അവരുടെ അനന്തരാവകാശികളൊക്കെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? നിങ്ങളെ സ്വന്തത്തേക്കാൾ, നിങ്ങളെ കുടുംബത്തേക്കാൾ, നിങ്ങളെ സമ്പത്തിനേക്കാൾ ഒക്കെ സ്നേഹിക്കണം. ഒബിസാനി, രണ്ടാമത്തത് ബി മുതാബഅത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്തുടരണം. ഫി ജമീമ അമറ ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും. വനഹാൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും, നിങ്ങൾ വിരോധിച്ച എല്ലാ കാര്യങ്ങളിലും. അബിദാലിക്കാം, അതിലൂടെ തസ്തഹ്കിമു മനാസബത്തുക ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിങ്ങളുടെ ബന്ധം സുദൃഢമാകും. ബികമാലി മുതാബഅത്തി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്നത് പരിപൂർണമാവും. യഹ്സുലു ലക ഇർതിഫാഉ ഇലാ ഔജിൽ കമാൽ, അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആ പദവിയിലേക്ക് എത്തണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് വെക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരണം. ഇത് രണ്ടും ഉണ്ടാവണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയൊരു ഹദീസ്, അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് അതിനെ വിശദീകരിക്കണം. ഇന്ന മസലി, എൻ്റെ ഉദാഹരണം, വമസലമാ യഅസനി അല്ലാഹു ബിഹി, അള്ളാഹു എന്നെ അയച്ചതിൻ്റെ ഉദാഹരണവും, കമസലി റജുൻ, ഒരു മനുഷ്യനെ പോലെയാണ്. അതാ കൗമൻ, ആ മനുഷ്യൻ ഒരു വിഭാഗത്തിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ കൗമി, അല്ലയോ വിഭാഗമേ, മനുഷ്യരെ, ഇന്നി റഅയ്തു ജയ്ശ ബിഐനയ്യ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരു ജയ്ഷ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വരുന്ന സൈന്യത്തെ ഞാൻ കണ്ടു. അപ്പോൾ ഒരു ആളുണ്ട്. ആ ആൾ ദൂരത്ത് നോടി വന്നിട്ട് പറയാണ്, ഞാൻ അവിടുന്ന് നിങ്ങളെ യുദ്ധം ചെയ്യാൻ വരുന്ന, നിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഒരാളെ കണ്ടിട്ടോ എന്ന് കണ്ടിട്ട് വന്ന് പറയുന്നവനെ പോലെയാണ് എൻ്റെ ഉദാഹരണം നിർശ്വാസങ്ങൾ വന്ന് പറയാൻ. ഫിഹി ഇഷാറത്തുൻ, ഇതിലൊരു ഇഷാറത്തുണ്ട്, ഒരു സൂചനയുണ്ട്, ആത്മീയമായ സൂചന ഉണ്ട്. ഇല്ല അന്നഹാദൽ മസല, ഈ ഒരു ഉദാഹരണം മുഖ്തസും ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് മാത്രം പ്രത്യേകപ്പെട്ട ഒന്നാണ്. കാരണം ലിഅന്നമാ അൻദറ ബിഹി, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ താക്കീത് നൽകുന്നത് മിനൽ അഹ്വാലി, ഭീകരതകളെക്കുറിച്ചൊക്കെ താക്കീത് നൽകുന്നത് ഹിയല്ലത്തി റആഹ ബിഐനിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ട് കണ്ടതിനെയാണ്. അപ്പോൾ അമ്മ സായിറുൽ അംബിയാ അലൈഹിസ്സലാം, എന്നാൽ മറ്റു അമ്പിയാക്കന്മാരെല്ലാവരും ഫലം യകുല്ലഹും മിഅ്റാജു ളാഹിറുൻ, അവരാരും ബാഹ്യമായ മിഹ്റാജ് ചെയ്തിട്ടില്ല, അവർ ആന്തരികമായ മിഹ്റാജ് ചെയ്തിട്ടുള്ളൂ. അള്ളാഹുവിലേക്കും ഇസ്രാ മിഹ്റാജിൽ യാത്ര ചെയ്തല്ലോ, അത് ആന്തരികമായി മാത്രമേ മറ്റ് നബിമാർക്ക് സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ റസൂലുള്ളാഹിങ്ങൾക്ക് അവർക്ക് പരിപൂർണമായ ലാഹിറായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഹത്തായു ആയിനു തിൽക്കൽ അഹ്വാൽ, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി ഇന്ന് ഉദാഹരണം പറഞ്ഞ ഒരു മനുഷ്യൻ കണ്ടിട്ട് നിങ്ങളോട് വന്ന് പറയുന്ന പോലെയാണെന്ന്. ഈ തെറ്റുകളും ശരികളും ശിക്ഷകളും സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു ഈ മനുഷ്യന്മാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റസൂലുള്ളാഹി കണ്ടിട്ടാണ് നമ്മളോട് വന്ന് പറഞ്ഞു തരുന്നത്. വൈന്നി അന നദീറുൻ, തീർച്ചയായും ഞാൻ ഒരു താക്കീതുകാരനാണ്. വഹുവല്ലദീ യുഹവ്വിഫു ഐറുഹു ബിൽ അലാം, താക്കീതുകാരനെന്ന് പറഞ്ഞാൽ ആരാണ്?
മറ്റുള്ളവർക്ക് ഈ വാക്കുകൾ കൊണ്ട് അതിന് പേടിപ്പെടുത്തുന്നവനാണ് താക്കീതുകാരൻ. അൽ ഉരിയാൻ, എങ്ങനത്തെ നദീറാണ് ഉരിയാൻ? ഡ്രസ്സൊക്കെ അഴിഞ്ഞു പോയ നദീർ. ഡ്രസ്സ് അഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അഹുവല്ലദീ ലഖിയൽ ഒദവ്. ഈ മനുഷ്യൻ, ഉദാഹരണം പറയുകയാണുള്ളത്, ഈ മനുഷ്യൻ ഒരു ശത്രുവിനെ കണ്ടു. ഫസലബൂ മാ അലൈഹി മിനസയാബ്. അങ്ങനെ ശത്രു അദ്ദേഹത്തിന് പിടിച്ച് വലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ ഊരി. ഫാത്താ കൗമുഹു. എന്നിട്ട് അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ തൻ്റെ കൗമിൻ്റെ അടുത്തേക്ക് വന്നു. യുഹ്ബിറുഹും, കൗമിനോട് പറഞ്ഞു കൊടുത്തു. വസദ്ദഖ ബഅദുഹും. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ചില ആൾക്കാർ അദ്ദേഹത്തെ വിശ്വസിച്ചു. ലിമാ ഐറ മിൻ ആസാരി സിദ്ഖ്. ചിലപ്പോൾ കാരണം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ മൂപ്പർ പറയുന്നതിൻ്റെ ആസാറുണ്ട്, അതായത് പറയുന്നതിൻ്റെ അടയാളമുണ്ട്. കാരണം മൂപ്പർ ഒരു ശത്രുവിനെ കണ്ടപ്പോൾ, ശത്രു സൈന്യത്തിനെ കണ്ടപ്പോൾ ആ ശത്രു സൈന്യം മൂപ്പർ പിടിച്ചു വെക്കുകയും മൂപ്പരെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചു കീറുകയും, ആ വലിച്ചു കീറുന്ന അവസ്ഥയിലാണ് മൂപ്പർ ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ ഓടി രക്ഷപ്പെട്ടിട്ട് വന്നുകൊണ്ട് ശത്രുവിൻ്റെ സൈന്യത്തിനെ കണ്ടു എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാവും മൂപ്പർ ശരിക്കും കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാർ വിശ്വസിച്ചു, അവർ വിജയിച്ചു. ഫനജു, അവർ രക്ഷപ്പെട്ടു. വഹാദ കൗലു മസലു യുദ്രിബു. എന്തിനാണ് ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞത്? ഡ്രസ്സ് ഊരിയ ആളാണെന്നൊക്കെ ഉദാഹരണ വിശ്വാസങ്ങൾ എന്താ പറഞ്ഞത്? ലിഷിദ്ദത്തിൽ അമർ, അത് ഇതിൻ്റെ കാഠിന്യം പറഞ്ഞു തരാൻ വേണ്ടി. കുറുബിൽ മൊഹദരി ബറാഅത്തിൽ മൊഹബിറു മിനത്തുഹും, ഇതിൻ്റെ ഭയാനതകൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ സംശയങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുമാണ്. വക്കുല്ല മാജൂദും ഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസങ്ങൾക്ക് തങ്ങളിൽ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് വിശ്വാസങ്ങൾ പറയുമ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ വിശ്വാസങ്ങളിൽ അത് നമുക്ക് ബാഹ്യമായി കാണാം. ആ ഒരു ഇതൊക്കെ അനുഭവിച്ച ഒരു അനുഭവം നമുക്ക് ബാഹ്യമായി കാണാൻ സാധിക്കും. ഫനജ, അങ്ങനെ വിശ്വാസങ്ങൾ പറയാണ്. അങ്ങനെ ആ മനുഷ്യൻ വന്നിട്ട് പറയും ആ കൗമിനോട്, ഫനജ അങ്ങ് രക്ഷപ്പെട്ടോ ആൾ, മറ്റു ശത്രു വരുന്നുണ്ട്. വിമുദ്ദൻ നുസുബി അലല്ലെ ഐ ഇതുലബു നജ വഹുവ ഇസ്ര. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് രക്ഷപ്പെട്ടോളി എന്ന് പറയലാണ്. ഫതാഹു തായിഫത്തുൻ, അങ്ങനെ ഒരു വിഭാഗം അത് വിശ്വസിച്ചു, അത് അനുസരിച്ചു. മിൻ കൗമിഹി, ആ കൗമിൽ നിന്ന്. ഫാദിലജു, അങ്ങനെ അവർ രാത്രിയിൽ യാത്ര പുറപ്പെട്ടു. ഐ സാവറു മിൻ അവലിലെ, രാത്രി തന്നെ യാത്ര പുറപ്പെട്ടു. ഫാൻതലക്കുവാല മഹലിഹിം, അങ്ങനെ അവർ ഒരു പ്രത്യേകമായ ഒരു വേഗതയിൽ യാത്ര ചെയ്തു. വകദ്ദബത്ത്, എന്നാൽ വേറൊരു വിഭാഗം തായിഫു മിൻഹും, അവരിൽ ഉൾപ്പെട്ട വേറൊരു വിഭാഗം എന്താ ചെയ്തത്? അവരെ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞതിനെ അവിശ്വസിച്ചു. ഇയാൾ അപ്പുറത്ത് സൈന്യം വരുന്നുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തെ ഈ ഒരു വിഭാഗം അവിശ്വസിച്ചു. ഒരു വിഭാഗം അത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. ഒരു വിഭാഗം അവിശ്വസിച്ചു. വസ്ബഹു മക്കാനഹും വസബ്ബഹുമുൽ ജയ്ഷ്, അങ്ങനെ അവരയാൾ അവിടെ തന്നെ കിടന്നുറങ്ങി. പക്ഷേ രാവിലെ അവർ കണ്ടുമുട്ടിയത് സൈന്യത്തിനാണ്. ഐ അതാഹും സബാഹൻ ലിഐരിഹിം ലിയുഈറ അലൈഹിം, അങ്ങനെ രാവിലെ അവർ കണ്ടുമുട്ടിയത് സൈന്യത്തെയാണ്. ഫഹ്ലക്കുഹും വജിതാഹും, അങ്ങനെ ആ സൈന്യം അവരെ നശിപ്പിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്തു. ഫദാലിക്ക, ഇത് അയ്യ മസൽ മദ്കൂർ, ഈ പറഞ്ഞ ഉദാഹരണം, ഹാദ ബയാനു ലിവജിഹി മുഷാബഹത്ത്, ഇതാണ്, അതായത് ഈ പറഞ്ഞ ഉദാഹരണം മസലമൻ അതാഅനി, എന്നെ അനുസരിക്കുന്നവൻ്റെയും വത്തബ മാജഅത ബിഹി, ഞാൻ കൊണ്ടുവന്നവനെ സ്വീകരിക്കുന്നവന്, മിനൽ ഹക്ക്, ഹക്കിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. പ്രശ്വാസങ്ങൾ പറഞ്ഞാണ് എൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്, ശത്രു സൈന്യത്തിനെ കണ്ടിട്ട് അവിടുന്ന് അവരുടെ പീഡനം, അവർ ഡ്രസ്സൊക്കെ വലിച്ചു കീറിയ അവസ്ഥയിലായിട്ട് ഓടി വന്ന് കൗമിനോട് അതാ ശത്രു സൈന്യം വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വേഗം പോയിക്കോളി എന്ന് പറയുന്നവന് പോലെയാണ്. അത് ഞാനിതൊക്കെ അനുഭവിച്ചത്, എന്നിട്ട് അങ്ങോട്ട് വന്ന് പറയുന്നത്, ഇതൊക്കെ കണ്ടതാണ് ഞാൻ. നരകമുണ്ട്, സ്വർഗമുണ്ട്, അള്ളാഹിൻ്റെ തൃപ്തിയുണ്ട്, അള്ളാഹിലേക്കുള്ള യാത്രയുണ്ട്, മാഷറുണ്ട്, എല്ലാ സാധനവും ഞാൻ അനുഭവിച്ചിട്ട് അങ്ങോട്ട് പറയുന്നത്, ഇതൊക്കെ സൂക്ഷിക്കിട്ടാന്ന്. അപ്പോൾ അത് കേട്ട ആളുകളുണ്ടാവും, അവർ വിജയിച്ചു. കേൾക്കാത്ത ആളുകളോ അതനുസരിക്കാത്ത ആളുകളോ പരാജയപ്പെടുകയും ചെയ്തു. തഫ്സീർ ലതാഫിൽ ഇഷാറാത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഖൗലുഹു വഇൻ തക്ഫുറു ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, നിങ്ങൾ അവിശ്വസിച്ചാൽ അള്ളാഹുൻ്റേതാണ് ആകാശങ്ങളും ഭൂമികളും എന്ന് പറഞ്ഞത്. യഅനി ഇൻ ഹറജു, നിങ്ങളതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ, അനിസ്തിമാലിൽ ഉബൂദിയത്തിലായി നിലകൊള്ളുന്നതിൽ നിന്ന് നിങ്ങൾ മാറിക്കളഞ്ഞാൽ, ഫിയലൻ, അതായത്
നല്ല അബുദായിട്ട് ജീവിക്കുന്നില്ല, നല്ല മുസ്ലിം ആവുന്നില്ല, നല്ല അടിമയാവുന്നില്ല, നല്ല മുരീദാവുന്നില്ല, അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് കരുതുക. ലം യഖ്റുജു അൻ ഹഖീഖ കൗനുഹും അബീദുൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹിൻ്റെ അടിമയാണെന്നുള്ളത് നിങ്ങൾ പുറത്തു പോകുന്നൊന്നുമില്ല. നിങ്ങളിപ്പോൾ അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ അള്ളാഹിൻ്റെ അടിമ തന്നെയാണ്. അള്ളാഹ് നിങ്ങൾ സൃഷ്ടിച്ചല്ലേ, നിങ്ങൾ അള്ളാഹിൻ്റെ അടിമ തന്നെയാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, ഇൻ കുല്ലുൻ മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ള എല്ലാം ഇല്ലാത്തി റഹ്മാൻ അബ്ദൻ, അവർ അള്ളാഹിൻ്റെ റഹ്മാൻ്റെ മുമ്പിൽ അബുദായിട്ടല്ലാതെ വരൂല. അവർക്കൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ അവർ ഇനി എന്തൊക്കെ എതിരെ പ്രവർത്തിച്ചാലും അള്ളാഹിൻ്റെ അടിമ തന്നെയാണ്, വേറെ ഒന്നുമല്ല. ബഹ്റുൽ മദീദിൽ അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയണം, അല്ലദീ ജാ ബിറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹുവ ഇത്ഖാനു മഖാമിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മഖാമിനെ പൂർത്തീകരിക്കലാണ്. തസ്ഹീഹു മഖാമുൽ ഈമാൻ, ഈമാനിൻ്റെ മഖാമിനെ ശരിപ്പെടുത്തലാണ്. അല്ലദീ മിൻ അർക്കാനിഹി, അതിൻ്റെ അർക്കാനിൽ, അതിൻ്റെ സ്തംഭങ്ങളിൽ പെട്ടതാണ്, അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് അൽ ഈമാനു ബി ഖദ്രി ഖൈരിഹി വ ശർരിഹി, അള്ളാഹു ഹൈറും ഷർറും ഒക്കെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണ് വിശ്വസിക്കൽ. ഹുലുവിഹി വ മുർരിഹി, മധുരവും കയ്പും ഒക്കെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണ് വിശ്വസിക്കൽ, ആ ഈമാൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളെ വിശ്വാസങ്ങൾ കൊണ്ടുവന്നത് ഇസ്ലാം മാത്രമല്ല, ഈമാനും കൊണ്ടുവന്നു. ആ ഈമാനിൽ എന്തൊക്കെ ഉണ്ട്? ഹൈറും ഷർറും അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് വിശ്വസിക്കലുണ്ട്. നമുക്കൊരു നല്ലൊരു അനുഭവം വരുമ്പോൾ ആ അനുഭവവും, മോശാനുഭവം വരുമ്പോൾ മോശാനുഭവവും, നമ്മളെ ഒരു മധുരം കിട്ടുന്ന ഒരു മധുരമായ അനുഭവവും, പുളിപ്പുണ്ടാകുന്ന പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവം, ഇതൊക്കെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ള മനസ്സിലാക്കലുണ്ട്. അതാണ് ഈമാൻ, അതും കൊണ്ടുവന്നിട്ടുണ്ട്. വ തഹ്ഖീഖു മഖാമിൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ മഖാമ് സാക്ഷാത്കരിക്കലുമുണ്ട്. അല്ലദീ ഹുവ മഖാമു ഷുഹൂദ് വലിയാൻ, ആ മഖാം എന്താണെന്നറിയോ? ഇഹ്സാൻ്റെ മഖാം അല്ലദീ ഹുവ മഖാമു ഷുഹൂദ് വലിയാൻ, അത് അള്ളാഹുവിനെ നേരിട്ട് സാക്ഷ്യം വഹിക്കുന്ന മഖാമാണ്. വലിയാൻ, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കുന്ന, നമ്മുടെ അനുഭവത്തിൻ്റെ കണ്ണുകൊണ്ട് ഉൾക്കാഴ്ച കൊണ്ട് കണ്ടനുഭവിക്കുന്ന ഒരു മഖാമാണത്. ലാ യക്മലു ഹാദാ, ഈ ഒരു കാര്യങ്ങളൊന്നും, ഈ ഇസ്ലാമിനെയും ഈമാനിനെയും ഇഹ്സാനിനെയും ഒന്നും ആർക്കും പൂർത്തീകരിക്കാൻ സാധിക്കൂല, ആർക്കും അതിലെ പരിപൂർണത കൊണ്ടുവരാൻ പറ്റൂല. ഇല്ലാ ബി സുഹബത്തി അഹ്ലിൽ ഇർഫാൻ, എല്ലാം ഇതിലേക്കാണ് കൊണ്ടുവരുന്നത് മഹാനറുകൾ. ആരിഫീങ്ങളുടെ സൗബത്തിലായിട്ടല്ല, അതൊന്നും നേടിയെടുക്കാൻ പറ്റൂല കേട്ടോ. നിങ്ങൾ വിശ്വാസങ്ങളെ വിശ്വസിക്കണം തോന്നുന്നുണ്ടോ? വിശ്വാസങ്ങൾ പറഞ്ഞതിനൊക്കെ വിശ്വസിക്കണം എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് ഈ ആയത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശ്വാസങ്ങൾ കൊണ്ടുവന്ന എന്താ? ഇസ്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഈമാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇഹ്സാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒക്കെ മുഴുവനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടെടുക്കാൻ കഴിയാം? അതൊരൊറ്റ വഴിയിലൂടെ കൊണ്ടെടുക്കാൻ പറ്റും. അതല്ല ഇല്ലാ ബി സുഹബത്തി അഹ്ലിൽ ഇർഫാൻ, ആരിഫീങ്ങളുടെ മാർഗത്തിൽ അവരെ സുഹബത്തിലായി, അവരെ സഹവാസത്തിലായി കയ്യിൽ നിർബന്ധം. അല്ലദീ സഹഹു മഖാമുൽ ഫന, ഈ ആരിഫീങ്ങളെന്ന് പറഞ്ഞാൽ ആരിഫീങ്ങൾ ആരാ? ആരിഫിൻ്റെ പ്രത്യേകത എന്താ? അല്ലദീ സഹഹു മഖാമുൽ ഫന, അവർ ഫനാഹിൻ്റെ മഖാമിനെ പൂർത്തീകരിച്ചവരാണ്. അവർ അള്ളാഹുവിൽ പൂർണ്ണമായും ഫനായവരാണ്, അള്ളാഹിൻ്റെ ഹഖീഖത്തിൽ പൂർണ്ണമായും ഫനായവരാണ്. വഹർജു ഇലൽ ബഖാ, എന്നിട്ട് അള്ളാഹുവിലൂടെ സൃഷ്ടിനെ കണ്ടെത്തി ബഖായിലേക്ക് വന്നവരാണവർ. അവർ ഫനാ ഉള്ളവരാണ്. അള്ളാഹുവിലൂടെ അള്ളാഹിൻ്റെ സൃഷ്ടികളുടെ തജല്ലിനെ കണ്ടവരും അതിലൂടെ ബഖായിലേക്ക് മടങ്ങി വന്നവരുമാണ്. ഹാദു ബി ബിഹാർ തൗഹീദ്, അതുപോലെ തന്നെ തൗഹീദിൻ്റെ സാഗരത്തിൽ മുങ്ങിക്കുളിച്ചവരാണവർ. വൻഫറദു ബി അസ്റാർ തഫ്രീദ്, അതുപോലെ ഏകത്വത്തിൻ്റെ അസ്റാറുകൾ അനുഭവിച്ച് ഏകനായവരാണവർ. വറസഹ ഫീ മഖാമിർ റിളാ വ തസ്ലീം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിൻ്റെയും മഖാമുകളിൽ അടിയുറച്ചവരാണവർ. അതായത് അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയും അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിന് വേണ്ടിയും അവരുടെ രണ്ട് കാലുകളെയും ഉറപ്പിച്ച് നിർത്തിയവരാണ്. ഫതലഖു മുഖാദിരി കുല്ലുഹ ബി കൽബിൻ സലീം, ഫതലഖു മഖാദീറ കുല്ലഹ, അവരുടെ എല്ലാ മഖാമുകളും അവരുടെ എല്ലാ പദവികളും അവർക്ക് ലഭിച്ചിട്ടുള്ള ബി കൽബിൻ സലീം, സലീമായ ഒരു ശുദ്ധമായ ഒരു ഹൃദയം കൊണ്ടാണ്. ഫമൻ ലം യസ്ഹബുഹും, ആരെങ്കിലും ഈ ഔലിയാക്കന്മാരെ സുഹബത്തിലായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ ഔലിയാക്കന്മാരാരെങ്കിലും സഹവസിച്ചിട്ടില്ലെങ്കിൽ, യതഅദ്ദബ ബിആദാബിഹിം,
അവരെ മുമ്പിൽ ആരെങ്കിലും അദബിലായി നിന്നിട്ടില്ലെങ്കിൽ, അവരോടുള്ള അദബ് പാലിച്ചിട്ടില്ലെങ്കിൽ, വബഖയ ഈമാനുഹും നാഖിസൻ, അവരുടെ ഈമാനിൽ ഒരുപാട് കുറവുകളുണ്ടാവും കേട്ടോ. ഈമാനിൽ പൂർത്തീകരണം ഉണ്ടാവില്ല. ആർക്കെങ്കിലും അള്ളാൻ്റെ ഔലിയാക്കന്മാരെ സുഹബത്തിൽ കഴിയുന്നില്ല, ദിക്റും ഇബാദത്തും മാത്രമായി നടക്കുകയാണ്, അള്ളാൻ്റെ ഔലിയാക്കന്മാരെ സുഹബത്തൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഈമാന് കുറവുണ്ടാവും. അതുപോലെ തന്നെ അള്ളാൻ്റെ ഔലിയാക്കന്മാരെ സുഹബത്തിലാണ്, പക്ഷെ അവരോടുള്ള അദബ് പാലിക്കുന്നില്ല. അവരോടുള്ള അദബ് എന്താ? സാധാരണ ഇപ്പം നമ്മൾ വാപ്പ ഉമ്മനോട് കാണിക്കുന്നത്, നമ്മൾ ജ്യേഷ്ഠനോട് കാണിക്കുന്നതും, നമ്മൾ അനിയനോട് കാണിക്കുന്നതും, നമ്മൾ അയൽവാസിനോട് കാണിക്കുന്നതും, കൂട്ടുകാരനോട് കാണിക്കുന്നതും ഒക്കെ ഒരുപോലെയാണോ? വാപ്പനോടും ഉമ്മനോട് കൂടുതൽ അതബുണ്ടാവില്ല, ജ്യേഷ്ഠനോട് കൂടുതൽ അതബുണ്ടാവില്ലേ? അവരോട് നമ്മൾ പറയാവുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പ്രത്യേക രീതിയിലായിരിക്കുമല്ലോ. ആ രീതിയൊന്നും നമ്മൾ അവലംബിക്കുന്നില്ലെങ്കിൽ, നമ്മൾ അതബില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഔലിയാക്കന്മാരെ ആയതുകൊണ്ട് മാത്രം കാര്യമല്ല, അവരോട് അതബ് കാണിക്കണം. ബഖയ ഈമാനുഹു നാഖിസൻ, അങ്ങനെ നമ്മളായാൽ നമ്മുടെ ഈമാന് കുറവുള്ളതായിരിക്കും. വഹഖുൽ അദാബ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിക്ഷ നിർബന്ധമാവുകയും ചെയ്യും. എങ്ങനത്തെ ശിക്ഷ? ഒന്നുകിൽ നമുക്ക് നരകത്തിൻ്റെ ശിക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെട്ടതിൻ്റെ ശിക്ഷ ഉണ്ടാവും. അത് വലിയ ശിക്ഷയാണ്. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹ് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകൽച്ചയിലായിരിക്കും, അറിയാൻ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ കവാടങ്ങൾ നമ്മൾ കൊട്ടിയടക്കപ്പെടും എന്നത് അള്ളാഹു ഒരു അടിമക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയിൽപ്പെട്ടതാണ്. അതിനേക്കാൾ വലിയ ശിക്ഷ ഒരു അടിമക്കില്ല. അപ്പോൾ ഒരു അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ സുഹബത്തിലായി ഒരാൾ കഴിയുന്നില്ല, അവരോടുള്ള ആദാബുകൾ മര്യാദകൾ ഒരാൾ പാലിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവനെ അള്ളാഹു ശിക്ഷിക്കുന്ന പറയണത്. വാഹുൽ അദാബ്, അവന് അള്ളാഹു ശിക്ഷ കൊടുക്കും. ആ ശിക്ഷ ചിലപ്പോൾ നരകത്തിൻ്റെ ശിക്ഷയായിരിക്കും, ചിലപ്പോൾ അത് അവൻ അള്ളാഹുവിന് തൊട്ട് മറയിടപ്പെട്ടതിൻ്റെ ശിക്ഷയായിരിക്കും. വഖാന്നഹുൽ ഹഖ് തആല, അത് ഏതുപോലെയാണ്? ഹഖ് സുബ്ഹാനഹു തആല പറയുന്നത് പോലെ യകൂനു അലാ ലിസാൻ ഇഷാറത്തി, അള്ളാഹിൻ്റെ സൂചനതയുടെ നാവ് കൊണ്ട് പറയുന്നത് പോലെ. ഈ ആയത്തിൽ നിങ്ങൾ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? യാ യുന്നാസ് ഖദ് ജാഅകുമുർ റസൂല ബിൽ ഹഖ്, റസൂലുകളിലേക്ക് വന്നിട്ടുണ്ട് ഹക്ക് കൊണ്ട് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് നോക്കൂ, ഇവിടെ ഇഷാറത്തിൻ്റെ നാവിലൂടെ അള്ളാഹ് പറയുന്നത് പോലെയാണ്. എന്താ പറയുന്നത്? ഖദ് ജാഅകും വലിയുൻ, നിങ്ങളിലേക്കൊരു വലിയ വന്നിട്ടുണ്ട് കേട്ടോ. വഹുവ ഖലീഫത്ത് റസൂലി, എൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ് ആ വലിയ. നിങ്ങളിലേക്കൊരു വലിയ വന്നിട്ടുണ്ട്, എൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ് ആ വലിയ. ഫാമിനു ബി ഹുസൂസിയത്തി, അതുകൊണ്ട് ആ വലിയൻ്റെ ഹുസൂസിയത്തിൽ, ആ വലിയൻ്റെ പ്രത്യേകതകളിൽ, ആ വലിയന് അള്ളാഹു കൊടുത്ത പ്രത്യേകതകളിൽ നിങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വാസങ്ങളെ നായിബാണ്, വിശ്വാസങ്ങളെ അനന്തരാവകാശിയാണ്, ഖലീഫയാണ്. അതുകൊണ്ട് അവരിൽ നിങ്ങൾ വിശ്വസിക്കണം. റസൂലുള്ളാഹി വിശ്വാസങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഈ വലിയന് നിങ്ങൾ വിശ്വസിക്കണം. ഫഅദ്ഇനു ലി അംരിഹി വ തർബിയത്തിഹി, എന്നിട്ട് ഈ വലിയൻ്റെ കൽപ്പനയ്ക്കും തർബിയത്തിനും മുമ്പിൽ നിങ്ങളെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളവിടെ കീപ്പിട്ട് കൊടുക്കണം ആ വലിയൻ്റെ കൽപ്പനകൾക്കും തർബിയത്തിനും വേണ്ടി. നമുക്ക് സ്വന്തമായി ആ വലിയനെ കുറ്റപ്പെടുത്താനും ചോദ്യം ചെയ്യാനും ഇതിനൊന്നല്ല നമ്മൾ മെനക്കെടുണ്ട്. മൂപ്പരെന്താണോ പറയുന്നത് കേൾക്കാനും അവരെ തർബിയത്തിന് കീഴിലായി നിൽക്കാനും നമ്മൾ ശ്രമിക്കണം. യക്കുൻ ഹൈറുല്ലക്കും, അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. മിമ്മ അൻതും ഫീ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥേനേക്കാളും. മിനൽ മുസാവി, നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താണ്? മിനൽ മുസാവി, നിങ്ങൾക്കൊരുപാട് ആത്മീയമായ കുറവുകളുണ്ട്. വല്ല അമ്രാദ്, ഒരുപാട് ആത്മീയമായ അസുഖങ്ങൾ, നിങ്ങൾക്ക് ഹൃദയത്തിന് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ കുറവുകളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് നിങ്ങളൊരു ഷെയ്ഖിൻ്റെ മുമ്പിൽ, നിങ്ങളെ മാർഗദർശനം ചെയ്യുന്ന ഒരു ആരിഫിൻ്റെ മുമ്പിൽ നിങ്ങളെ മുഴുവൻ കീഴ്പ്പെട്ട് കൊടുക്കലാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയും അദ്ദേഹത്തിൻ്റെ തർബിയത്തിനും നിങ്ങൾ വഴങ്ങിക്കൊടുക്കലാണ്. ലിഅല്ലാ തൽഖൗനി ബിഖൽബിൻ സഖീം, ഇനി അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ കണ്ടുമുട്ടുന്നത് ബിഖൽബിൻ സഖീം, മോശപ്പെട്ട അസുഖമുള്ള ഹൃദയമായിട്ടായിരിക്കും കേട്ടോ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുക. അബില്ലാഹി തൗഫീഖ്. തൗഫീഖൊക്കെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.